സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പാർട്ടിയുടെ പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ചരിത്ര മുഹൂർത്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഭാവിയിൽ നാം എടുക്കേണ്ടുന്ന സമീപനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുമാണ് ഒരുപക്ഷെ ഈ അനുസ്മരണ ദിനമെന്നോണം നമ്മൾ ഈ പാർട്ടിയുടെ പിറന്നാളിനെ ആഘോഷിക്കേണ്ടത്. അഭിമാനകരമായ അസ്തിത്വം എന്നാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം. അഭിമാനകരമായ അസ്തിത്വം ഒരുപക്ഷെ അത് ഇന്ത്യയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്ന നിരവധി ധീരമായ പോരാട്ടങ്ങളുടെ പരിസമാപ്തിയായി ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിടുന്ന സമ്മോഹനമായ മുഹൂർത്തത്തിൽ ശാപവചസ് പോലെ വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ദേശീയ നേതൃത്വത്തെ നോക്കി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഈ ഇന്ത്യയെ നേരാംവണ്ണം കൊണ്ടുപോകാനാവില്ല എന്നായിരുന്നു. ഞങ്ങൾ കൈവിട്ടു പോകുന്ന ഇന്ത്യ ഒരു മഹാദുരന്തമായിരിക്കുമെന്നായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. ഇന്ത്യയെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്കാവില്ലെന്ന ശാപവചസ്സുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യ പിറന്നു വീഴുന്നത്. എന്നാൽ ചർച്ചിലിന്റെ മോഹങ്ങളെ കാലം കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്തിലെ ഒരു ബ്രിട്ടീഷ് കോളനിയും സ്വതന്ത്രമായതിനു ശേഷം 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വളർച്ച കൈവരിച്ച ഒരു രാജ്യം ഇന്ത്യക്ക് സമാനമായി ലോകത്തിലെവിടെയുമില്ല. ചർച്ചിലിന്റെ ഒരു വർത്തമാനം മാത്രമല്ല, അതിനനുഗുണമാം വണ്ണം ഇന്ത്യയെ പിളർത്തി കഴിഞ്ഞിട്ടാണ്. ഒരു സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയെ പിളർത്തി, ഇന്ത്യയെ രണ്ടാക്കി. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാരൻ നമ്മളെ ഇന്ത്യയെ ഏൽപ്പിക്കുന്നത്. പിന്നീട് പാലായനത്തിന്റെയും അതിരൂക്ഷമായ പോരാട്ടങ്ങളുടെയും ദിവസങ്ങളായിരുന്നു. ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയതും പാകിസ്ഥാനിൽ നിന്ന് കുറെ ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതും സ്വാഭാവികമായിട്ടുള്ള ഭയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. രാഷ്ട്രം എന്ന നിലക്കുള്ള അഭിനിവേശത്തെക്കാൾ കൂടുതൽ അവരെ നയിച്ചിരുന്നത് ഭയമായിരുന്നു. ഇന്ത്യയിൽ ജീവിക്കാനാവില്ല എന്ന ഭയം ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്ന മുസ്ലിങ്ങൾക്കുണ്ടായതുപോലെ പാക്കിൽ ജീവിക്കാനാവില്ല എന്ന ഭയം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന മുസ്ലിങ്ങളല്ലാത്തവർക്കുമുണ്ടായി. അതിഭീകരമായ കൂട്ടക്കൊലകൾ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്നത് സ്വാതന്ത്ര്യത്തിനോട് ഒപ്പം തന്നെ ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടായിരുന്നു. നിങ്ങൾക്കൊരു ഏകീകൃത ഇന്ത്യ ഉണ്ടാക്കാനാവില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പ്രയാസകരവുമായിരുന്നു അത്. എങ്ങനെയാണ് ഇന്ത്യയെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയെ കൊണ്ടുപോകാനാവുക? ഭാഷ കൊണ്ട് സാധിക്കുമോ? 325 ഭാഷയുണ്ട്. മതത്തിന്റെ പേരിൽ സാധിക്കുമോ? 4500
ചില്ലാനം വരുന്ന ജാതിയും മതങ്ങളും ഉപജാതിയും ഒക്കെയായുള്ള മതങ്ങളുണ്ട്. ഭാഷ കൊണ്ട് കഴിയില്ല, ജാതിയും മതവും കൊണ്ട് സാധിക്കില്ല. സാംസ്കാരികമായ പശ്ചാത്തലവും ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ വിഭിന്നമാണ്. ഭൂപ്രകൃതി പോലും വിഭിന്നമാണ്. ഇങ്ങനെ ഒരു രാജ്യത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നിപ്പിക്കാനാവുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. സമ്മോഹനമായ ഭരണഘടനയാണ് ഇന്ത്യക്ക് ലഭ്യമായിരുന്നത്. ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ജാതിയും മതവും കൊണ്ടും ഒന്നിപ്പിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്ന അതിശക്തമായ ചങ്ങല കൊണ്ട് കോർത്തിണക്കുകയായിരുന്നു പിന്നീട്. ഇന്ത്യയുടെ സെക്യുലാരിസവും ഇന്ത്യയുടെ ഡെമോക്രസിയും ഇന്ത്യയുടെ സോഷ്യലിസവും, ലോകത്തിൽ തുല്യതയില്ലാത്ത സെക്യുലാരിസമാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ സെക്യുലാരിസം ഒരു തിയോക്രാറ്റിക് സെക്യുലാരിസം അല്ല. ഇന്ത്യ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റുമല്ല. പാകിസ്ഥാൻ തിയോക്രാറ്റിക് സ്റ്റേറ്റായി മാറിപ്പോയപ്പോ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും മതങ്ങളെ സ്വീകരിക്കുകയും ആ മതങ്ങളുടെ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ രീതിയായിരുന്നു ഇന്ത്യയുടേത്. ഒരു പരിഷ്കൃത ഭരണഘടന കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലെന്ന് റുഡ്വാർഡ് ക്ലിപ്പിനെ പോലെയുള്ളവർ അന്ന് ഇന്ത്യയോട് പറഞ്ഞു. 4000 കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഇന്ത്യക്ക്. അത്ര വാർദ്ധക്യമുള്ള ഒരു സംസ്കാരത്തെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? 4000 കൊല്ലത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് ചെറിയ പഴക്കമല്ല, അതൊരു വാർദ്ധക്യമാണ്. നൂറ്റാണ്ടുകളുടെ, ദശകങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ വാർദ്ധക്യമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യം ബാധിച്ച രാജ്യത്തിന് ആ സംസ്കാരം പിടിച്ച് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് അന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷെ 4000 കൊല്ലത്തിന്റെ വാർദ്ധക്യത്തിന് ഒരു കാലത്തും ഒരു പന്തിയിൽ ഇരിക്കില്ലെന്ന് കരുതിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിപ്പിച്ചിരുത്തിയാണ് ഇന്ത്യ അതിന്റെ മറുപടി നൽകിയത്. ഇന്ത്യ അതിന്റെ പിന്നീടുള്ള പ്രയാണങ്ങളെ ആരംഭിക്കുന്നത് ഇതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ചിരുത്തുകയും ഒരുമിപ്പിക്കുകയും ചെയ്തത്. ഇന്ത്യ പഴഞ്ചനാണെന്ന് പറഞ്ഞവർ, 4000ത്തിന്റെ വാർദ്ധക്യമുള്ളവർ ഉണ്ടെന്ന് പറഞ്ഞവർ, അവസാനം ഇന്ത്യയുടെ രാഷ്ട്രനായകനെ പഠിക്കാൻ സ്വന്തം മക്കളെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് വിടുന്ന 2017 നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു ഇന്ത്യ, എല്ലാവരും ചേർന്ന് ഒരുമിപ്പിച്ചുണ്ടാക്കിയ ഒരു ഇന്ത്യ. ഞാൻ ഈ അടുത്ത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയിലെ ബ്ലൂഫണ്ടൈൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ പോവുകയുണ്ടായി. ഗവൺമെന്റിന്റെ പ്രതിനിധിയായി അവിടെ സന്ദർശിച്ചപ്പോൾ ഗ്രാമീണനായ ഒരു മനുഷ്യൻ ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് എത്ര സ്നേഹിക്കുന്നു ഞങ്ങൾ ഗാന്ധിജിയെ എന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് ഗാന്ധിജി എന്ന് നിങ്ങൾക്കറിയുമോ? ഗാന്ധിജിയുടെ മാതൃകയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ പ്രയോഗിച്ചത്. പക്ഷെ ഞങ്ങൾ എന്നിട്ടും ഗാന്ധിജിയോളം വളർന്നില്ല. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ മോചനം ലഭിച്ചപ്പോൾ സൗത്ത് ഭരണത്തിന്റെ ഒരു ഇടനാഴിയിലും വന്നു നിന്നില്ല. 47 ഇന്ത്യ ആഘോഷത്തിമിർപ്പോടെ രാജ്യം ആഘോഷിക്കുമ്പോൾ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി നവഖാലിയിലായിരുന്നു. പരസ്പരം തമ്മിൽ തല്ലുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒന്നിപ്പിക്കാൻ, അരുതെന്ന് വിളിച്ചു പറയാൻ നവഖാലിയുടെ തെരുവുകളിൽ നഗ്നപാതനായി നടക്കുകയായിരുന്നു ആ ഫക്കീർ. സൗത്ത് ആഫ്രിക്ക ഗാന്ധിജിയെ മാതൃകയാക്കിയെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് സാധിച്ചില്ല. മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ അധികാരത്തിലേക്ക് വന്നു. അതിനു മുകളിലേക്ക് പോയി ഗാന്ധിജിയുടെ നിലപാടുകൾ. ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയെ പുറത്തു നിന്ന് ഇന്ത്യയുടെ ഭരണത്തെ, അധികാരത്തെ കയ്യിലെടുത്തല്ല, അധികാരത്തിൽ നിന്ന് മാറി നിന്ന് ഇന്ത്യൻ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. അതേ അധികാരം കയ്യിലെടുത്ത് ഇന്ത്യയുടെ മതേതരത്വത്തെ തച്ചു തകർക്കുന്നവർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ പുതിയ ശാപമായി നമ്മൾ കാണേണ്ടുന്ന വർത്തമാനം. അവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് അഭിമാനബോധം എന്ന് പറയുന്നത്? ഒരു ഇന്ത്യക്കാരന്റെ, ഇന്ത്യയിലെ ജനതയുടെ. 947 ഇന്ത്യ നമ്മളുടെ കൈകളിലേക്ക് വരുമ്പോ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 35 കോടിയാണ്. ആലോചിക്കണം, ഒരു ചെറിയ വിദേശ രാജ്യത്തിന്റെ ഒരു ചെറിയ പരിധിക്കകത്തിരുന്ന് അവിടുത്തെ പുരോഗതിയെ ഇന്ത്യയുമായി വിലയിരുത്തുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്.
1947 ഇന്ത്യ 35 കോടി ജനങ്ങളുടെ ഇന്ത്യയാണ്. 2017 ഇന്ത്യ 127 കോടി ജനങ്ങളുടെ ഇന്ത്യയാണ്. അതാണ് വ്യത്യാസം. 35 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുടെ സാക്ഷരത 12%. 137 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ സാക്ഷരത 76%. ഇന്ത്യ എങ്ങനെയാണ് വളർന്നു വന്നത്? ഇന്ത്യ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെയാണ്? നെഹ്റുവിയൻ വീക്ഷണങ്ങളുടെയും ബാങ്ക് ദേശസാൽക്കരണം പോലെയുള്ള വലിയ വലിയ വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ ഇന്ത്യ വളർന്നു വന്നപ്പോ എവിടെയൊക്കെ ഇന്ത്യ 3 ലോക രാജ്യങ്ങളുടെ പിറകിലായിരുന്നു. ഇന്ന് 3 ലോക രാജ്യങ്ങളിലെ 3-ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. സായുധ ശക്തിയിൽ ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ രാജ്യമാണ്. സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യ ലോകത്തിലെ 10 രാജ്യങ്ങളിൽ ഒന്നാണ്. നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതി, അതുപോലെ തന്നെ വലിയ വലിയ IIT പോലെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഡോക്ടർ APJയെ സൃഷ്ടിച്ചെടുത്ത പോലെയുള്ള വലിയ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റികൾ എല്ലാം ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഡാമുകൾ, കുടിവെള്ളം എന്ന് പറയുന്നത് കാർഷിക ആവശ്യങ്ങൾക്കും കുടിക്കാനുമുള്ള വെള്ളത്തിന്റെ ലഭ്യതയെ അവർക്ക് വഴിതിരിച്ചുവിടുന്ന വലിയ ഡാമുകൾ, അതിനനുസൃതമായ കൃഷി താല്പര്യങ്ങൾ, എത്ര പതുക്കെയാണ്. ബോംബെയിലെ ശിവസേനയ്ക്ക് പോലും ഒരിക്കൽ മോദിജിയോട് പറയേണ്ടി വന്നു, മിസ്റ്റർ മോഡി, നിങ്ങളെ ഇരിക്കുന്നത് ഇതെല്ലാ പുരോഗതിയുടെയും ഒരുക്കി വച്ച ഒരു ഇന്ത്യയുടെ മുകളിലാണ്, ഇതെല്ലാം ഉണ്ടാക്കി വച്ച ഇന്ത്യയുടെ മുകളിലാണ്. 35 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ 12% സാക്ഷരത ഉണ്ടായിരുന്നിടത്ത് നിന്ന് 127 കോടിയാകുമ്പോഴും 76% വലിയ വലിയ പുരോഗതിയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുവന്നു നിർത്തിയത് ആ രാജ്യത്തിലെ നിരന്തരമായ പോരാട്ടങ്ങളുടെയും നിരന്തരമായ പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിരിഞ്ഞു വന്നതല്ല ഇന്ത്യ. ഈ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ പ്രയാണ പദങ്ങളിൽ എല്ലാവരും നിർവഹിച്ചിട്ടുള്ള ഒരു പങ്കുണ്ട്. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ അഭിമാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവിടെ എന്തായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത്? എന്തായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തു വച്ചിരുന്നത്? വലിയ തെറ്റിദ്ധാരണകൾക്കിടയിലാണ് മുസ്ലിം ലീഗ് പറക്കുന്നത്. 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറക്കുന്ന സമയത്ത് വലിയ സംശയങ്ങൾ ഉണ്ടായി. 2 തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി. ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ എതിർപ്പ്, മറുഭാഗത്ത് സാമുദായികമായ എതിർപ്പ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിനകത്തുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എതിർപ്പുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് വരുന്നതിന്റെ സാങ്കത്യത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവരുടെ സംശയത്തിന്റെ പേരിലുള്ള അവരുടെ ഒരു സംശയം. നെഹ്റുവിന്റെ ഒരു ചോദ്യമുണ്ട് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട്. ഏറ്റവും വലിയ സുഹൃബന്ധം പുലർത്തിയിരുന്ന, നെഹ്റുവിനെ അത്രയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു ഇസ്മായിൽ സാഹിബിനുണ്ടായിരുന്നത്. നേരത്തെ ജലീൽ സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തോടുള്ള കൂറ് എത്രമേൽ വലുതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ പശ്ചാത്തലം ഖായിദ മില്ലത്തിനുണ്ട്. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുകയല്ല. ജവഹർലാൽ നെഹ്റു ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ഇസ്മായിൽ, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? അത് പറയൂ. അത് തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഒരു ഭരണാധികാരിയുടെ സ്വാഭാവികമായ ചോദ്യമായിരുന്നു ജവഹർലാൽ നെഹ്റു അന്ന് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് ചോദിക്കുന്നത്. ഇസ്മായിൽ സാഹിബിന്റെ മറുപടി ഉണ്ട്, പണ്ഡിറ്റ്ജി, എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട ഒരു ആനുകൂല്യവും നിങ്ങൾ തടയാതിരുന്നാൽ മതി. എന്താനുകൂല്യമാണ് ഒരു ജനത എന്ന നിലക്ക് അവർക്ക് വേണ്ടതെന്ന് പറയാൻ? അവർക്ക് ആ അവകാശങ്ങൾ ഞങ്ങളുടേത് ഓടുകയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ, അതവർക്ക് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലും തടഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവുക അധികാരത്തിന്റെ ഇടനാടിയിലായിരിക്കും. തരേണ്ടവർ ഞങ്ങളും കൊടുക്കേണ്ടവർ ഞങ്ങളും വാങ്ങേണ്ടവർ ഞങ്ങളും കിട്ടേണ്ടവർ ഞങ്ങളും എന്ന് പറയുന്നതിൽ നിന്ന് മാറി നമ്മൾ കൊടുക്കുന്ന, നമ്മൾ വാങ്ങുന്ന, നമ്മൾ എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ വളരുമ്പോൾ അതിന്റെ ഭരണപരമായ പങ്കാളിത്തത്തിൽ ഞങ്ങളും ഉണ്ടാവട്ടെ എന്ന ഉത്തരമാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജവഹർലാൽ നെഹ്റുവിന് നൽകുന്നത്. നിങ്ങളോട് അഭിമാനകരമായ അസ്തിത്വം എന്തെന്ന് ചോദിച്ചാൽ
ഞാൻ നീ എന്ന് പറയുന്ന, തരുന്നവർ വാങ്ങുന്നവർ എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മൾ എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന ചരിത്രമാണ് അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത്. അതിനെയാണ് അങ്ങനെ പറയേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ അർഹമായത് തടഞ്ഞു വെക്കരുത്. അങ്ങനെ തടഞ്ഞു വച്ചാൽ അധികാരത്തിന്റെ ഇടനാടിയിൽ ഞങ്ങൾ ഉണ്ടാകും, അത് ചൂണ്ടിക്കാണിക്കാൻ എന്ന് പറയുന്ന അഭിമാനബോധത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്നു. മറുഭാഗത്ത് മതസംഘടനകൾ. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്മായിൽ സാഹിബിനെ ചോദ്യം ചെയ്തവർ നിസ്സാരന്മാരായിരുന്നില്ല. വലിയ പാണ്ഡിത്യമുള്ളവർ, വിശുദ്ധ ഖുർആനിൽ അപാരമായ പാണ്ഡിത്യമുള്ളവർ. മൗലാന മൗദൂദി സാഹിബ് വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. വലിയ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായത്തെക്കാൾ, ഘനത്തെക്കാൾ, അദ്ദേഹത്തിന്റെ ഉയരത്തെക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതനാണ്. മൗദൂദി സാഹിബ് ചോദിച്ചു, എങ്ങനെയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഈ ഭരണവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംഘടനയുണ്ടാക്കി രാജ്യത്തോട് സഹകരിക്കാനാവുക? ഡെമോക്രസിയും സെക്കുലാരിസമും എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ഒരു രാജ്യത്ത് ജീവിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. മറിച്ച് രാജ്യത്തെ ഇസ്ലാമികമാക്കാനുള്ള പോരാട്ടമാണോ നിങ്ങൾ നടത്തുന്നത്? അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. മറിച്ച് ആ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയുടെ അകത്തിരുന്ന് പ്രവർത്തിക്കാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഞങ്ങൾ അതിനെ നിരാകരിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതിന്റെ വീക്ഷണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൗദൂദി സാഹിബിന്റെ നിരീക്ഷണമുണ്ടായി. അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആനിൽ അപാരമായ പാണ്ഡിത്യമുള്ള കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. അദ്ദേഹം പറയുന്നത് നെഹ്റു പറഞ്ഞ പോലെ, നിങ്ങൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? നമുക്ക് ഒരുമിച്ച് നിന്നാൽ പോരെ. പക്ഷെ അദ്ദേഹം മൗദൂദി സാഹിബിന്റെ കാഴ്ചപ്പാടിനെ അദ്ദേഹവും നിരാകരിച്ചു. മതപരമായി ഒരു ഭാഗത്തുണ്ടാകുന്ന എതിർപ്പ് ഒരു ഭാഗത്ത്, രാഷ്ട്രീയമായ എതിർപ്പ് മറ്റൊരു ഭാഗത്ത്. ഈ മതപരമായ വീക്ഷണത്തിന്റെ പേരിൽ ഉത്തരേന്ത്യ കലങ്ങി മറയുകയും കലാപങ്ങളിൽ കത്തിയമരുകയും ചെയ്യുമ്പോൾ ഇങ്ങ് കേരളക്കരയിൽ ഒരു ജനതയെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് നിർത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തി. അതായിരുന്നു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. മദ്രാശിയിലെ രാജാജി ഗവൺമെന്റിന് പിന്തുണ കൊടുക്കാൻ ലീഗ് തീരുമാനിച്ചു. എന്തിന്റെ പേരിലായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. അനിവാര്യമായിരുന്ന ഒരു ജനാധിപത്യ മുന്നേറ്റമായിരുന്നു അത്. എന്റെ ബഹുമാന്യരായ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വേദിയിലുണ്ട്. മുസ്ലിം ലീഗ് പറക്കുന്ന സമയത്ത് വലിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച കാലമുണ്ടായിരുന്നു. മുസ്ലിം കോൺഗ്രസുകാരടക്കം അതിരൂക്ഷമായി മുസ്ലിം ലീഗിനെ പരിഹസിക്കുന്ന കാലം. ആ പരിഹാസങ്ങളുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പതറുകയല്ല ചെയ്തത്. കോൺഗ്രസിന് ഏകപക്ഷീയമായ പിന്തുണ കൊടുക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ പോലെ ഒരു ബഹുസ്വരമായ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ ചങ്ങലക്കാണ് ഇന്ത്യയെ കോർത്തി നിർത്താനാവുക എന്ന ബോധ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ചു പുലർത്തുമ്പോൾ 2017 അതേ മാർഗത്തിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ മതേതര ശക്തികൾക്കും വരേണ്ടി വന്നു എന്നിടത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ആരംഭിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഏകപക്ഷീയമായി കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയ സമീപനങ്ങൾ അങ്ങനെ ആരംഭിച്ചു. 48 മുസ്ലിം ലീഗ് പറന്നു വീഴുമ്പോ രാജാജി ഹാൾ എന്നൊക്കെ നമ്മളിങ്ങനെ ആവേശത്തോടെ, ഞാനിങ്ങനെ വരുമ്പോ ഇവിടുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, രാജാജി ഹാളിൽ പറന്ന മുസ്ലിം ലീഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഇതുപോലെ ഒരു ഹാൾ, ഇത്രയെങ്കിലും ആൾക്കൂട്ടം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ലീഗിന്റെ സുഹൃത്തുക്കള്? എന്നാൽ നിങ്ങൾ അറിയുക, 20 പേരുടെ താഴെയുള്ള 12 പേരെന്നും 13 പേരെന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാളൊക്കെ വലുതാണ്, പക്ഷെ ആള് കുറവായിരുന്നു. അവരുടെ തലയിൽ നിന്നാണ് ആശയമുണ്ടായത്. ഒരാശയമുണ്ടാവാൻ 12 പേര് മതി, പക്ഷേ 12 പേരും കൊള്ളാവുന്നവരായാൽ മതി. 12,000 പേരുണ്ടായിട്ട് കാര്യമില്ല. ആരെങ്കിലും നൽകുന്ന നക്കാപ്പിച്ചകൾക്ക് വേണ്ടി, തലക്ക് മുകളിൽ കത്തുന്ന ലൈറ്റുകൾക്ക് വേണ്ടി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി ഇറങ്ങിപ്പോകുന്ന ആളുകളെ കാണുമ്പോൾ ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ പോട്ടുപുല്ലെന്ന് വിചാരിക്കാൻ കഴിയണം. ധൈര്യപൂർവം ഒരു വലിയ കപടവിശ്വാസിയുടെ ആൾക്കൂട്ടമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നേരും നെറിയുമുള്ള 12 പേരുണ്ടെങ്കിൽ അവർക്കൊരു ചരിത്രമുണ്ടാക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് 1948 മദിരാശിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതിന് ആൾക്കൂട്ടം വേണമെന്നില്ല, തലയിലാളും ആശയത്തിന് ബലവും ഉണ്ടായാൽ മതി.
അതായിരുന്നു 48-ൽ. 2 തരത്തിലാണ് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2 ആംഗിളിലാണ്. നമുക്കറിയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വശമുണ്ട്. മറുഭാഗത്ത് ആ സ്പിരിച്വൽ ആയി നിൽക്കുന്ന വശത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ചു വേണം അവരെ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ. 921 അതിരൂക്ഷമായ വൈകാരികതയുടെ പുറത്താണ് അന്ന് മലബാറിലെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെയും ആത്മീയതയുടെയും സന്നിവേശം ഉണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പിന് താഴേക്ക് വന്നപ്പോൾ ഒരു ഭാഗത്ത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, പൂക്കോയത്തങ്ങൾ, കെ എം മൗലവി, അബ്ദുസലാം മൗലവി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഉലമാക്കളുടെ ഒരു നേതൃത്വം ഉണ്ടായി. മറുഭാഗത്ത് ഫോക്കർ സാഹിബ്, സീദി സാഹിബ്, CH മുഹമ്മദ് കോയ സാഹിബ്, നമ്മളുടെ പ്രിയപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് എന്നൊക്കെ തുടങ്ങുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ധാരയും മറുഭാഗത്തുണ്ടായി. ഈ 2 ധാരകൾ വളരെ മനോഹരമായ ഒരു കെമിസ്ട്രിയാണ് അവിടെ ഉണ്ടാവുന്നത്. ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രാഷ്ട്രീയധാര വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CH മുഹമ്മദ് കോയ സാഹിബിന്റെ ചില വാക്കുകൾ, 1-2 വാചകങ്ങൾ മാത്രം എടുത്താൽ എന്തായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ വലിയ പണിയുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, 2017 പ്രബുദ്ധമായ ഒരു തലമുറയുടെ മുമ്പിൽ, വിദ്യാഭ്യാസം ഉള്ള ഒരു തലമുറയുടെ മുമ്പിലല്ല ഈ ആശയം വരുന്നത്. 921 നഷ്ടബോധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വീര്യം തകർന്നു പോകാത്ത അഭിശപ്തമായ ഒരു ജനതയുടെ മുമ്പിലാണ് CH നിൽക്കുന്നത്. CH അവരോട് പറഞ്ഞു, ഒരൊറ്റ വാചകം മതി, തലമുടിനാരിഴ എന്ന ഒരു പ്രയോഗമുണ്ട് CHൻ്റെത്. എത്ര മനോഹരമാണത്! സ്വന്തം സമുദായത്തെ നോക്കിയിട്ട് പറയുന്നു, നിങ്ങളുടെ അവകാശം വിട്ടുകൊടുക്കരുത്. ഏതുവരെ? തലമുടിനാരിഴ അവകാശം പോലും വിട്ടുകൊടുക്കരുത്. എന്നിട്ട് അതിന്റെ അതിർവരമ്പ് നിശ്ചയിക്കുന്നതും അതേ തലമുടിനാരിഴ കൊണ്ടാണ്. മറ്റൊരു സമുദായത്തിന്റെ തലമുടിനാരിയുടെ അവകാശം കവർന്നെടുക്കുകയും ചെയ്യരുത്. ഇത് സ്വന്തം ജനതയോട് CH പറയുമ്പോൾ അത് മറ്റുള്ള സമുദായത്തോടും CHന്റെ ഒരു ഭാഷ്യമാണ്. ഇവർക്കുള്ളത് വിട്ടുകൊടുക്കണമേ, അതിൽ നിന്ന് കവർന്നെടുക്കരുത് എന്ന് പറയുന്ന രാഷ്ട്രീയമായ ഒരു അഭ്യർത്ഥനയും സ്വന്തം സമുദായത്തോട് പോരാട്ട വീര്യമുണ്ടാക്കാനും എന്നാൽ അതിരു കടക്കരുതേ എന്ന ആജ്ഞയും CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഈ പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ CHന്റെ മനോഹരമായ ഒരു പ്രയോഗം ഒരു ചെറിയ കഥയാണ്. എത്രയോ തവണ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ എൻ്റെ സുഹൃത്ത് CP റഷീദുണ്ട്. കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. റഷീദിനും എനിക്കും അറിയുന്ന ഇവിടെയുള്ള കണ്ണൂർക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് കണ്ണൂരിലുണ്ട്. എൻ്റെ മണ്ഡലത്തിന്റെ നടുവിലാണ്. എൻ്റെ മണ്ഡലമല്ല, അത് പാമ്പുരുത്തി ഐലൻഡാണ്. ഒരു ചെറിയ തുരുത്താണ്. പാമ്പുരുത്തിയിലെ ജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്. ഒരു മഴ പെയ്താൽ അവർക്ക് സ്കൂളിൽ പോകാൻ കുട്ടികളെ വിടാനും ആവില്ല, മദ്രസയിലേക്ക് പോകാൻ കഴിയില്ല, സാധനങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റില്ല. ചെറിയ തുരുത്താണ്, ബുദ്ധിമുട്ടാണ്. CH മുഹമ്മദ് കോയ സാഹിബ് പൊതുമരാമത്ത് മന്ത്രിയായപ്പോൾ അവരെല്ലാവരും കൂടെ CHനെ കാണാൻ പോയി. ആക്ഷൻ കമ്മിറ്റിയാണ്. അവർ CH കൊണ്ട് പറഞ്ഞു, CH എന്തെങ്കിലും കാട്ടി ഞങ്ങൾക്കൊരു പാലം തരണം, വലിയ ബുദ്ധിമുട്ടാണ്. CH പറഞ്ഞു, ഫണ്ടില്ല, പൈസ ഇല്ല. ഇവർ പിന്നെയും പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. CH പറഞ്ഞു, ഫണ്ടില്ല, പൈസ ഇല്ല, അതാ പ്രശ്നം. അങ്ങനെ ഇവർ നിരാശരായി ആക്ഷൻ കമ്മിറ്റി പുറത്തു പോകുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന 2 ലീഗുകാർ ഉള്ളിലേക്ക് വന്നിട്ട് CHന്റെ അടുത്ത് വന്നിട്ട് പതുക്കെ പറഞ്ഞു, CH എങ്ങനെയെങ്കിലും ആ പാലം കൊണ്ടുവരണം, അവിടെ ആ പാലം കൊണ്ടുവന്നാൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ്. CHന്റെ വീക്ക്നെസ്സിൽ തൊട്ടതാണ്. CH പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ളൊരു പാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേര് പാമ്പുരുത്തി പാലം എന്നല്ല, സിറാത്ത് പാലം. എന്താണ് പാമ്പുരുത്തി പാലം മുസ്ലിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തൊരു മനോഹരമായ വിമർശനമാണ്, എന്തൊരു മനോഹരമായ ഇടപെടലാണ്, എന്തൊരു സുന്ദരമായ നിരീക്ഷണമാണ്. എൻ്റെ സമുദായമേ എന്ന് മാത്രം പ്രസംഗം അവസാനിപ്പിക്കുന്ന CHനെ കേരളം ഏറ്റുവിളിച്ചത് CHM കോയ എന്നത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ എന്നാണ് എന്നതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥവും മനസ്സിലാവണം. അവിടെയാണ് നിങ്ങൾ ഏതു വിശ്വാസത്തിനകത്തും നിങ്ങൾക്ക് നിൽക്കാം. മറ്റൊരു വിശ്വാസത്തിന് മുകളിൽ കുതിര കയറാത്തിടത്തോളം നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് നിൽക്കാനാണ് നിങ്ങൾക്ക് ബാധ്യത. ഏത് വിശ്വാസത്തിനു വേണ്ടിയും നിങ്ങൾക്ക് വാദിക്കാം, പക്ഷേ മറ്റൊരു വിശ്വാസത്തിന്റെ മുകളിലേക്ക് കുതിര കയറിയിട്ടാവരുത് അത് ചെയ്യേണ്ടത്. അങ്ങനെ ഓർക്കാനാവണം.
കേരളത്തിലെ മുസ്ലിം ജനതയെ ലീഗ് പഠിപ്പിച്ചത് ഈ മര്യാദയാണ്. 48-ൽ പിറന്ന ലീഗ് കേരളത്തിന്റെ മണ്ണിൽ അവരെ പഠിപ്പിച്ചത് ഈ മാതൃകയാണ്. നിങ്ങൾക്ക് പൊരുതാം, നിങ്ങൾക്ക് അവകാശം ഉന്നയിക്കാം, ഒരു സമുദായത്തെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത്. 921 ചരിത്രമാണ് മുസ്ലിങ്ങൾക്ക് കേരളത്തിലുള്ളതെങ്കിൽ കേരളത്തിന് പുറത്തോ എന്തെല്ലാം ഉദാഹരണങ്ങൾ! താജ്മഹൽ, ചെങ്കോട്ട, കുത്തബ് മിനാർ, അലിഗഡ് യൂണിവേഴ്സിറ്റി, എന്തെല്ലാം ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വലിയ വലിയ ഉദാഹരണങ്ങൾ കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമൂഹം തൊട്ടടുത്ത് അങ്ങ് മൈസൂരിൽ പോലും ടിപ്പുവിന്റെയും ഹൈദരലിയുടെയും അങ്ങനെ ഒരു രാജ കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന ഉത്തരേന്ത്യൻ മണ്ണ് അവരെവിടെയാണിപ്പോ? അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ശേഷം മറ്റൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായോ? താജ്മഹലിനും ചെങ്കോട്ടക്കും കുത്തബ് മിനാറിന്റെയും ആ പഴയ വീര്യം പറയുകയല്ലാതെ പുതിയ ഒരു ചരിത്രം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കേരളത്തിന്റെ തെരുവുകളിൽ ഒരുപാട് അലിഗഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി. ഫാറൂഖ് കോളേജായി, സർ സയ്യിദ് കോളേജായി, PSMO കോളേജായി, വയനാട് ഓർഫനേജ് കോളേജായി, അങ്ങനെ ഒരുപടി സ്ഥാപനങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങനെ പിറന്നു വീണു. ഓർക്കുക, കേരളത്തിന് ഏറ്റവും വലിയ മുസ്ലിം ലീഗിന്റെ അംഗബലമുണ്ടായിരുന്നത് 20 പേരാണ്. കഴിഞ്ഞ നിയമസഭയിൽ 20 പേർ. ആ 20 പേര് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ബില്ല് കേരള നിയമസഭയിൽ അനക്കാൻ കഴിയുമോ? അനക്കാൻ, ഒന്ന് ചലിപ്പിക്കാൻ? പിന്നെ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ജനതയെ അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിർത്താൻ മുസ്ലിം ലീഗിന് സാധിച്ചത്? ഏതെങ്കിലും ഒരു ആനുകൂല്യം കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിയുടെയോ അല്ലെങ്കിൽ അവരുടെ മാത്രം പ്രവർത്തനത്തിന്റെയോ ഫലമല്ല. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സകലരും ഒരുമിച്ച് വോട്ട് ചെയ്താണ് എല്ലാ ബില്ലുകളും പാസാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായി മാറുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇക്വേഷനാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയമായ കൂടിച്ചേരലാണ്. മതത്തിന്റെയും മറ്റിതര കാഴ്ചപ്പാടുകളുടെയും അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്ര താല്പര്യത്തിന്റെ കൂട്ടായ്മയാണ് ഒരുപക്ഷെ കേരളക്കരയിൽ ഉണ്ടാക്കി വെച്ചത്. അത് തിരിച്ചറിയാൻ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവന്നു. സാമുദായികമായ നേതൃത്വമോ? പരിശോധിക്കുക നിങ്ങൾ. ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ അതിന് നേതൃത്വം കൊടുത്തു. എന്തു മനോഹരമായിട്ടാണ് കേരളക്കരയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് വന്നു. അക്ഷരജ്ഞാനമില്ലാത്ത മുസ്ലിം സമുദായത്തിനെ പഠിപ്പിക്കാൻ കോളേജുകൾ വന്നു, യൂണിവേഴ്സിറ്റികൾ വന്നു, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, മെഡിക്കൽ കോളേജുകൾ വന്നു, എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു, ഒരുപാട് മദ്രസകൾ, ലോകത്തിന് തുല്യതയില്ലാത്ത മദ്രസ പ്രസ്ഥാനങ്ങൾ കേരളക്കരയിൽ ആരംഭിച്ചു. ഒരു ഭാഗത്ത് സുതാര്യമായി ജീവിക്കാൻ ആ മതം അവരെ പഠിപ്പിച്ചു, സുതാര്യമായി. നിങ്ങൾ പരിശോധിക്കുക, കേരളത്തിലെ മുസ്ലിം നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിവിടെ ഈ ബഹ്റൈനിലാണ്. ഗൾഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഹദിയ കൊടുക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഈ അറബികളാണ്. സൗന്ദര്യബോധം മലയാളിക്കുണ്ടായത് ഈ അറബ് നാട്ടിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഫലമാണ്. ചുവന്ന ലൈറ്റ് കാണുമ്പോൾ ഒന്ന് നിൽക്കണമെന്ന മര്യാദ കുറച്ചൊക്കെ പഠിച്ചത് നിങ്ങൾ ഇവിടെ നിന്നാണ്. ഒരുപാട് മര്യാദകൾ പഠിച്ചിട്ടുണ്ട്. സുഗന്ധം പുരട്ടാൻ പഠിച്ചത് ഈ അറബ് രാജ്യത്ത് നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാത്ത ഒന്നുണ്ട്. അത് നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. അതേതാണ്? അറബിയുടെ വേഷമാണ്, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് അങ്ങ് സൗദിയിലല്ലേ, മക്കത്തല്ലേ, മദീനയിലല്ലേ? കേരളത്തില് അങ്ങ് റോമിലെ പള്ളിയിലെ അധിപന്റെ, ക്രിസ്ത്യൻ അധിപന്റെ വേഷമാണ്, മാർപ്പാപ്പയുടെ വേഷമാണ് നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു പള്ളിപ്പാതിരിയുടെ വേഷം. ആ യൂണിഫോമിറ്റി ഉണ്ട്. പക്ഷെ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ വേഷം മുണ്ടു ഷർട്ടുമാണ്. നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റിന്റെ വേഷം മുണ്ടു ഷർട്ടുമാണ്. വേഷം കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞോ? അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞോ? നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സംസാരിക്കാൻ അവർക്ക് വേണ്ടി ഭാഷ രൂപീകരിച്ചപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ സംസാരിച്ചത് മലയാളത്തിലാണ്. ഉമ്മമാർക്ക് മനസ്സിലാകാൻ വേണ്ടി അറബി മലയാളം ഉണ്ടാക്കി. നേരം വെളുക്കുന്നത് വരെ അമ്പലത്തിനടുത്ത്
മൈക്ക് കെട്ടി കേരളത്തിലെ മുസ്ലിങ്ങള് വയലു പറഞ്ഞു. ഒരു സംഗീതം ആസ്വദിക്കുന്നത് പോലെ തൊട്ടടുത്ത വീട്ടിൽ കിടന്ന് രാമനും കൃഷ്ണനും കിടന്നുറങ്ങി. പള്ളികൾ അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചു. അവരറിയാത്ത പള്ളികൾക്കകത്ത് ഒരു ദുർഗ്രാഹ്യതയും ഉണ്ടായില്ല. സുതാര്യമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഒരു ഭാഗത്ത് രാഷ്ട്രീയ രംഗത്ത് റോഡുണ്ടാക്കി, പാലമുണ്ടാക്കി, ഇടപെടി ഉണ്ടാക്കി, കിണറുണ്ടാക്കി. കിണറ്റിലെ വെള്ളം നടക്കുന്ന വഴികൾ അത് മനുഷ്യന് വേണ്ടിയാണ്, മലയാളിക്ക് വേണ്ടിയാണ്, ഇന്ത്യക്കാരന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയുടെ രസതന്ത്രം രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പയറ്റുമ്പോ, മറുഭാഗത്ത് മതത്തിന്റെ കൂട്ടായ്മക്കകത്ത് നിന്നുകൊണ്ട് അവരെ ഈ ബഹുസ്വരതയിലേക്ക് അവരെ കൂടെ ചേർത്തു വെക്കാൻ അവിടെയും പരിശ്രമമുണ്ടായി. മദീന കരാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കരാർ എന്താണ്? ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പലപ്പോഴും പറയാറുണ്ട്, ലീഗ് രാഷ്ട്രീയത്തിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് മദീന കരാറാണെന്ന്. ഈ അടുത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ JNUവിലെ വെസ്റ്റേഷൻ സ്റ്റഡീസിന്റെ തലവൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ രാമകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതിനെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം സംഘടനകളെ കുറിച്ച്. എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിയാണ് മദീന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ രൂപത്തെ ഇന്ത്യയുടെ മണ്ണിൽ പരീക്ഷിച്ചവർ. എന്താണ് മദീന കരാർ? ചിലരൊക്കെ പറയുന്നുണ്ട് മദീനയിൽ മുസ്ലിങ്ങളായിരുന്നു കൂടുതൽ. എന്താ അസംബന്ധമാണ്? മുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് അവരുമായി കരാർ ഉണ്ടാക്കുക? അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ അനുസരിക്കുകയല്ലേ ചെയ്യുക, ബയത്ത് ചെയ്യുകയല്ലേ ചെയ്യുക? പിന്നെ എന്തിനാ കരാർ ഉണ്ടാക്കിയത്? അവിടെ ക്രിസ്ത്യൻ സമുദായം, അവിടെ ജൂത സമുദായം അവിടെ ഉണ്ടായിരുന്നു മദീനയിൽ. അവരുമായാണ് പ്രവാചകൻ കരാർ ഉണ്ടാക്കുന്നത്. സുപ്രധാനമായ 2 വാചകങ്ങൾ ഇങ്ങനെയാണ്: മദീനയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. മദീനയെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. പിന്നെ അങ്ങോട്ട് ഒരുപാട് കരാറുകളുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം എന്തു മാതൃകയാക്കണമെന്നതിന്റെ ഉത്തരവതാണ്. മദീനയെ തകർക്കാൻ ആരെങ്കിലും വന്നാൽ, ഇന്ത്യയെ തകർക്കാൻ വിദേശ രാജ്യം വരുമ്പോ സ്വന്തം മകനെ പട്ടാളത്തിന് വിട്ടുകൊടുക്കുന്ന കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ദർശനത്തിന്റെ അടിവേര് പരതിയാൽ അത് മദീന കരാറാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ആ കാഴ്ചപ്പാടാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ മദീന കരാറിന്റെ പിൻബലത്തിൽ രാഷ്ട്രീയമായ സംഘടനമുണ്ടാക്കി. അവിടെ ഇന്ന് പലരും ലീഗിന്റെ വഴിയിലേക്ക് വരുന്നുണ്ട്. മതേതരത്വവും ജനാധിപത്യമൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സന്തോഷമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതുവരെ പോകുമെന്ന് അറിയില്ല. ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന സെക്കുലാരിസം കള്ള കാപട്യമാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ, അതുകൊണ്ട് ഇനി സെക്കുലാരിസം പറയാം. ഇത് കള്ളത്തരമാണ്. പുതിയ സെക്കുലാരിസം പറയുന്നവരുടെ, സെക്കുലറിസത്തെ പുൽകാൻ വരുന്നവരുടെ ആന്തരിക രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് സെക്കുലറിസവും നടക്കട്ടെ എന്നാണ്. മൈനോറിറ്റിയുടെ ദുർബലതയിൽ നിന്ന് അംഗീകരിക്കേണ്ടതല്ല സെക്കുലാരിസം. നാളെ 99% ഇന്ത്യയിലെ മുസ്ലിങ്ങളായാലും നമ്മൾ ബൈഅത്ത് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയോടാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ആ രാജ്യത്തിനോട് നീതി പുലർത്തുന്നവരായി നിങ്ങൾ മാറുന്നത്. മൈനോറിറ്റിയുടെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്നത് കാപട്യമാണ്. അത്തരം ഒരു കാപട്യം ഇന്ന് പലരും വെച്ചു പുലർത്തുന്നുണ്ട്. അതെന്തൊരു അസംബന്ധമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്പേസ്, ഒരു ഐഡിയോളജിക്കലി മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്പേസ് നിങ്ങൾ പരിശോധിക്കുക. 48 മുസ്ലിം ലീഗ് ഉണ്ടാക്കി. അതിന്റെ സ്പേസ് എന്താണ്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുപടി സംഘടനകൾ ലീഗ് തകർക്കാൻ വന്നിട്ടുണ്ടല്ലോ. സമുദായത്തിനകത്ത് നിന്ന് പുറത്തുള്ളവരെ കൂട്ടി വന്നല്ലോ. എന്തേ ഇത് തകരാതെ പോകുന്നത്? അതിന്റെ ഒരു സൈക്കോളജി എന്താണ്? അതിന്റെ ശാസ്ത്രം എന്താണ്? അതിന് വേറെ കുറെ ഭരണം, സൗകര്യം ഒന്നുമല്ല. മുസ്ലിം ലീഗ് നിൽക്കുന്ന പ്രതലം മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നവോത്ഥാന സംരംഭങ്ങളിൽ സാമുദായിക സംഘടനകൾ വഹിച്ച പങ്ക് ചെറുതല്ല. വെള്ളാപ്പള്ളിയോട് വിയോജിപ്പ് വെച്ച് പുലർത്തുമ്പോഴും ചില സമീപനങ്ങളോട് വിയോജിപ്പ് വെച്ച് പുലർത്തുമ്പോഴും SNDP ഈഴവ സമുദായത്തിന് ചെയ്ത സേവനം ചെറുതല്ല. നായർ സമുദായത്തെ മഹിതമാക്കുന്ന NSSന്റെ സേവനം ചെറുതല്ല. ആ സേവന പ്രവർത്തനങ്ങളുടെ കൂടെ ചേർത്തു വെക്കുന്ന ഒരു സാമുദായിക മുന്നേറ്റമായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടക്കുമ്പോഴും ലീഗിനൊരു പ്രശ്നമുണ്ട്.
എന്താണത്? ലീഗ് പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ആവട്ടെ വ്യത്യസ്തമായ ആശയ തലങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. വ്യത്യസ്ത ആശയ തലങ്ങൾ, അതിൽ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ആശയം പാടുണ്ടോ? ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അപാരമായ ആശയതലമുള്ള ഒരു മഹാ ആശയ പ്രപഞ്ചമാണ്. ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ പിന്നെയും പിന്നെയും മുത്തുകൾ പാരിയെടുക്കാൻ കഴിയുന്ന ആശയപ്രപഞ്ചമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, ദൈവിക വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പ്രവാചകൻ അത് വിശദീകരിക്കുന്നു. പിറ്റേ ദിവസവും പ്രവാചകന്റെ സദസ്സിൽ വരുന്ന സഹാബത്ത് ചോദിക്കുന്നു, പ്രവാചകരെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ, ഈ ഒരു അർത്ഥമുണ്ടോ? പ്രവാചകൻ അന്തിമമായ വിധി പറയുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന നിങ്ങളോട് അന്തിമമായി വിധി പറയാൻ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംശയമുണ്ടാവാം. അടുത്തിരുന്ന് വായിക്കുന്നവന് അത് വേറെ നിരീക്ഷണമാകാം. വിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത നിരീക്ഷണങ്ങൾ പാടില്ലെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അതുകൊണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാകും, വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ വ്യത്യസ്ത നിരീക്ഷണങ്ങളെ കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിരുന്നു കേരളത്തിന്റെ ഒരു കാലത്തിലെ പശ്ചാത്തലത്തിന്. ഇന്ന് കഴിയുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നതിന് കഴിയുന്നുണ്ടോ? എങ്ങനെയാ കഴിയുക? അങ്ങനെ കഴിയാവുന്ന തരത്തിലാണോ ഉള്ളത്? അപ്പൊ ഈ വ്യത്യസ്തമായ ആശയ തലങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, അവരെ കൂട്ടമായി നിർത്തുന്ന ഒരാശയ തലം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ചോദിക്കാം, മുസ്ലിം ലീഗ് പാർട്ടിക്ക് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അഭിപ്രായമുണ്ട്. പക്ഷേ കുത്തുബ മലയാളത്തിൽ വേണമോ, അറബിയിൽ വേണമോ, ഇംഗ്ലീഷിൽ വേണമോ, തമിഴിൽ വേണമോ? കുത്തുബ വേണം എന്നിടത്തെ ലീഗുള്ളൂ. കുത്തുബ വേണം എന്നിടത്തെ ലീഗുള്ളൂ. ഞാൻ ചില ഇഷ്യൂസുകൾ ഉണ്ടായ സമയത്ത് പറഞ്ഞു, തട്ടമിടിക്കാൻ, അവരെ ബലമായി തട്ടമിടിക്കാൻ ഒരിക്കലും മുസ്ലിം ലീഗ് ആരുടെ മുമ്പിലും പോവില്ല. അങ്ങനെ പണി മുസ്ലിം ലീഗിനില്ല. തട്ടമിടാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വന്നാൽ അവന്റെ കൈ പിടിച്ചു കെട്ടുന്നിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകും എന്നതാണ് ലീഗിന്റെ നിലപാട്. നിങ്ങൾ പോയി നമസ്കരിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും അവന്റെ മേസ്ത്രി പണിയെടുക്കാൻ ലീഗ് ഉണ്ടാവില്ല. നമസ്കരിക്കുന്നവന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവന് വേണ്ടി നമസ്കരിക്കാനുള്ള പള്ളികൾ കെട്ടിക്കൊടുക്കുന്നിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതാണ് പ്രശ്നം. ലീഗ് ഒരു അംബ്രല ഓർഗനൈസേഷനാണ്. ജനാധിപത്യപരമായി മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനതയുടെ പൗരാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ട രീതിയാണ് ലീഗ്. അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അകത്തിരുന്നാണ്. ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിലെ ജനങ്ങൾക്ക് പകുത്തു കൊടുക്കുന്ന ഒരു സെക്കുലറിസ്റ്റ് ഗവൺമെന്റ് എന്ന നിലക്ക് പകുത്തു കൊടുക്കുന്ന അവകാശങ്ങൾ അവരിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാശയധാര. അതുകൊണ്ട് മുസ്ലിം ലീഗിനകത്ത് എല്ലാവരും ഉണ്ട്. സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, തബ്ലീഗ് ജമാഅത്തുണ്ട്, ദക്ഷിണ കേരളയുണ്ട്, സംസ്ഥാനയുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവരൊക്കെ ലീഗിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മുജാഹിദിൽ കോൺഗ്രസ് ഇല്ലേ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ധീരനായ മുജാഹിദായിരുന്നു, അതിശക്തനായ കോൺഗ്രസുകാരനായിരുന്നു. നിലവിലുള്ള മുജാഹിദ് സംസ്ഥാന നേതാക്കന്മാരിൽ ഒരുപടി കോൺഗ്രസുകാരുണ്ട്. സുന്നികളിൽ കോൺഗ്രസുകാരില്ലേ? സുന്നികളിൽ ജനതാദളുകാരില്ലേ? സുന്നികളിൽ വേറെ പാർട്ടിയിലുള്ള ആളുകളില്ലേ? ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയ വിരോധം വെച്ച് ലീഗിനെ തകർക്കാൻ വരുന്ന വേറെ ചില സംഘടന പരിശോധിക്കുക. എങ്ങനെയാ ലീഗ് നിൽക്കുന്നത് എന്നറിയാനുള്ള ഒരൊറ്റ കാര്യം ഞാൻ പറയണത്. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നിങ്ങൾ ചോദിക്കുക, മതപരമായി നിങ്ങൾ ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. രാഷ്ട്രീയമായിട്ടോ? അതും ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പൊ നിങ്ങളിൽ SKSF ഉണ്ടോ? ഇല്ല. SYS ഉണ്ടോ? ഇല്ല. സമസ്ത മുജാഹിദ് സംഘടനകളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രാഷ്ട്രീയമായിട്ടും ഞങ്ങളോ ആണ്, മതപരമായിട്ടും ഞങ്ങളോ അങ്ങനെയാണ്. മറ്റത് സുഡാപ്പിയാണ്. നിങ്ങൾ അവരോട് ചോദിക്കുക, ഏതാ? SKSF ആണോ? ISM? സംസ്ഥാന? അപ്പൊ നിങ്ങൾ എന്താണ്? ഞങ്ങള് NDF ആണ്. രാഷ്ട്രീയമായിട്ടോ? ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടാണ്.
രണ്ടും എന്താണ്? നിങ്ങളൊരു ലീഗുകാരനെ വിളിച്ച് ചോദിക്കുക, സുന്നിയാണോ? ഞാൻ സമസ്തയുടെ പ്രവർത്തകനാണ്. രാഷ്ട്രീയം ലീഗിലാണ്. മുജാഹിദാണോ? ഞാൻ മുജാഹിദാണ്. രാഷ്ട്രീയം ലീഗാണ്. ഒരു കമ്മ്യൂണിറ്റിയെ ഒന്ന് വിളിച്ചാൽ എല്ലാവർക്കും വന്നിരിക്കാൻ കഴിയുന്ന ഒരു കുടയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്നതാണ് പ്രത്യേകത. ഈ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആശയധാരകൾക്കും അതിനകത്ത് ഇടമുണ്ട്. ലീഗിനെ തകർക്കാൻ വരുന്നവന് ഒരു കൊടയേ ഉള്ളൂ. മറ്റൊരുത്തൻ കൊട കയറിയ കൊട കൂട്ടിക്കാളും. വേറെ ആർക്ക് കയറാൻ സ്ഥലമില്ല. ലീഗ് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് സമുദായത്തിനകത്തുള്ള ഒരു വലിയ ജനാധിപത്യത്തിന്റെ സ്പേസ് ലീഗ് തുറന്നു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, നിങ്ങളെ നല്ല മുസ്ലിം ആകാൻ പഠിപ്പിക്കുന്നു. ഈ അഹമ്മദ് സാഹിബിന്റെ പാർലമെന്റിലെ അവസാനത്തെ പ്രസംഗത്തിനിടക്ക് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ. അഹമ്മദ് സാഹിബിന്റെ മനോഹരമായ പ്രയോഗമുണ്ട്. മിസ്റ്റർ ഹോം മിനിസ്റ്റർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ അങ്ങയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടാണ്. ഒരു കാര്യം എഴുതി വെച്ചോളൂ, എന്റെ പാർട്ടിയിൽ നിന്ന് ഒരു ISIS ഒരുത്തനെ ഉണ്ടാക്കിയെടുക്കുന്ന പണി നിങ്ങൾക്ക് പോലും ആവില്ല എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ള ആർജവം. ആ ആർജവത്തിന്റെ പേരാണ് ലീഗ്. വർഗീയവാദത്തിനെതിരെ, ഫാഷിസത്തിനെതിരെ, പരസ്പരം മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന എല്ലാ തീവ്ര സമീപനങ്ങൾക്കെതിരെയും നമ്മൾ നിന്നിട്ടുണ്ട്, നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ലീഗുകാരാവുക എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മതതീവ്രവാദത്തെ എതിർക്കാൻ ബാധ്യതയുണ്ട്. അത് വിശ്വാസപരമാണ്. വിശ്വാസപരമായതുകൊണ്ടാണ് ലീഗ് എതിർത്തത്. ഒരു മതതീവ്രവാദ സംഘടനയും അംഗീകരിച്ചില്ല. അതിന് പലരും മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞു, പരിസ്ഥിതിയുടെ പേര് പറഞ്ഞു. ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരാണ്, ആയിക്കോളൂ. പക്ഷെ നിങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് തീവ്രവാദത്തിന് വന്നാൽ, ഇരുട്ടിന്റെ മറവിൽ വിളക്കൂതി നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോയാൽ, പള്ളികളിൽ നിങ്ങൾ രഹസ്യമായ ഗൂഢാലോചനകൾ നടത്തിയാൽ അത് പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. ലീഗ് അവിടെ നിന്നു. പള്ളികൾ നിങ്ങൾക്ക് നട്ടപ്പാതിലേക്ക് പോയി ചേരാനുള്ള യോഗ സ്ഥലങ്ങളല്ല, അതിനുള്ള ഇടമല്ല പള്ളി. അത് പറഞ്ഞാൽ നമ്മളുടെ പേര് കുമ്മനമാകും, നമ്മൾ വർഗീയവാദിയാവും. നിങ്ങൾക്ക് എന്തു പേരും വിളിക്കാം. ഞങ്ങൾ മതതീവ്രവാദത്തെ എതിർക്കുന്നത് കൊണ്ട്, NDF-നെയോ തീവ്രവാദത്തിന്റെ മൗദൂദിയൻ ആശയങ്ങളെയോ എതിർക്കുന്നത് കൊണ്ട്, അബ്ദുൽ നാസർ മദനിയുടെ തീവ്രമായ രാഷ്ട്രീയ സമീപനങ്ങളെ എതിർക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കുമ്മനം ഷാജി എന്ന് വിളിക്കാം, RSS ഷാജി എന്ന് വിളിക്കാം, വാപ്പക്കെട്ട് വിളിക്കാം, മരിച്ചുപോയ വാപ്പനെ ചീത്ത വിളിക്കാം, എന്തും ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിനപ്പുറം ജീവശ്വാസം നിലക്കുന്നത് വരെ അറുത്തു മാറ്റുമ്പോഴും പച്ചപ്പതാക മുറുകെ പിടിച്ച് ഞങ്ങൾ പറയും, നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധരാണ്, നിങ്ങൾ രാജ്യവിരുദ്ധരാണ്. അതിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. സുതാര്യതയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ കൊണ്ടുവന്ന് ദുർഗ്രാഹ്യമാക്കുന്നത് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത് കാണിക്കുന്ന വിശ്വാസ്യതയാണ്. വിശ്വാസ്യത. ഇന്നലെ ലക്നൌവിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് മകന്റെ മയ്യത്ത് വേണമോ എന്ന് ചോദിച്ച് പട്ടാളക്കാർ പോവുകയാണ്. ഇന്ത്യയോട് സമരം ചെയ്ത് മരിച്ചുപോയ മകൻ, തീവ്രവാദിയായ മകൻ. ലക്നൌവിലെ പിതാവ് ശബ്ദമിടറാതെ, കണ്ണു നിറയാതെ അവരോട് പറഞ്ഞു, അവൻ എന്റെ മകനല്ല. എന്റെ മകനാണെങ്കിൽ എന്റെ രാജ്യത്തോട് സമരം ചെയ്യാൻ അവൻ വരില്ല. അവന്റെ മുഖം എനിക്ക് കാണണ്ട, മരിച്ചിട്ടും അവനെ കാണണ്ട. കണ്ണൂരിലെ ഒരു ഉമ്മ രാജ്യദ്രോഹത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു പോയ മകന്റെ മയ്യത്തു കാണേണ്ട എന്ന് പറഞ്ഞപ്പോ ചിലർ പറഞ്ഞു സ്യൂഡോ സെക്കുലറിസമാണ്, സ്യൂഡോ സെക്കുലറിസമാണ്. ലീഗ് അത് പ്രചരിപ്പിക്കുന്നത്, യൂത്ത് ലീഗ് അത് പറയുന്നത് സ്യൂഡോ സെക്കുലറിസമാണ്. ഇന്നലെ ലക്നൌവിലെ പിതാവിനെ നയിച്ചത് ഏത് സ്യൂഡോ സെക്കുലറിസമാണ്? നിങ്ങൾ പറയുക, ഏത് സ്യൂഡോ സെക്കുലറിസമാണ്? രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ പോയ എന്റെ മകന്റെ മയ്യത്തു കാണേണ്ട എന്നൊരു പിതാവിനും ഒരു ഉമ്മക്കും പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ആ രാജ്യത്തെ രക്ഷിക്കാൻ ഇതാ എന്റെ മകൻ എന്ന് പറഞ്ഞ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൊടുത്ത രാഷ്ട്രീയ പ്രചോദനമാണ്. രാജ്യത്തെ കാക്കാനാണ് മക്കളെ ഞങ്ങൾ വിട്ടത്. രാജ്യത്തെ ഒറ്റുകൊടുക്കാനല്ല, രാജ്യത്തെ തകർക്കാനല്ല, രാജ്യത്തെ നശിപ്പിക്കാനല്ല, രാജ്യത്തെ കാക്കാൻ, രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, അതിനുവേണ്ടി കടിയാൻ.
നിങ്ങൾ അഭിമാനകരമായ അസ്തിത്വത്തെ കുറിച്ച് പറയുന്നു. അഭിമാനകരമായ അസ്തിത്വം എന്താണെന്നറിയോ? ഞാൻ യൂത്ത് ലീഗുകാരോട് പറയാറുണ്ട്, നിങ്ങൾ 3 പേരാകാം, അടച്ചിട്ട മുറിയാവാം, നിങ്ങളുടെ വാക്കുകൾ ചോർന്നു പോകാൻ ഒരു മൊബൈൽ ഫോൺ പോലും അതിനകത്ത് ഇല്ലാതിരിക്കാം. പക്ഷെ നിങ്ങൾ വർഗീയത പറയരുത്, വർഗീയത പറയരുത്. അങ്ങനെ പറയുന്നുവെങ്കിൽ ആ പറയുന്നവനെ ആ മുറിയിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് നീ ഒരു ലീഗുകാരനാവുന്നത്, നീ ഒരു മുസ്ലിം ആവുന്നത്. അവിടെയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടി. അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളല്ല, നമ്മളുടെ ആദർശമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൊട്ടാരങ്ങളല്ല, നമ്മുടെ നിലപാടുകളാണ്. ആ നിലപാടുകളാണ് മറ്റൊരു സമൂഹം നിങ്ങളെ നെഞ്ചേറ്റി പിടിക്കുന്ന രാഷ്ട്രീയമായ പൊതു അവസ്ഥയിലേക്ക് എത്തുന്നത്. മാതൃകകൾ ഒരുപാടുണ്ട്, അങ്ങനെ സ്വീകരിക്കാൻ ഒരുപാട് മാതൃകയുണ്ട്. അമേരിക്കയിലെ മുസ്ലിങ്ങൾ മാതൃകയാണ്. അമേരിക്കയിലെ മുസ്ലിങ്ങൾ കേരളത്തെ പോലെ ഇന്ത്യയെ പോലെ ഇല്ല. 0.9% ആണ് അമേരിക്കയിലെ മുസ്ലിങ്ങൾ. അമേരിക്കൻ മുസ്ലിങ്ങൾ എത്രമാത്രം മാതൃകാപരമായി നിൽക്കുന്നവരാണ്. ഈ അടുത്ത് അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ചേരുകയുണ്ടായി. ട്രംപ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നേക്കുള്ള അവരുടെ യാത്രയെ തടഞ്ഞു വെച്ചപ്പോ ഐ ആം മുസ്ലിം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അവർ ആരംഭിച്ചു. ഐ ആം മുസ്ലിം എന്ന് പറയുന്ന ക്യാമ്പയിൻ അമേരിക്കയിലെ മുസ്ലിം കൗൺസിൽ തുടങ്ങുമ്പോൾ അതിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത് ജോൺ കെറിയാണ്. ഞാനും അതിനകത്തുണ്ട് എന്ന് പറയുന്ന ജോൺ കെറിയാണ്. മെഡ്ലിനോളാണ്. ആരാണ് മെഡ്ലിനോൾ? ആരാണ് ജോൺ കെറി? പഴയ വിദേശകാര്യ സെക്രട്ടറിമാർ, വിദേശകാര്യ മന്ത്രിമാർ. അവര് പോയി മുസ്ലിങ്ങളോട് അടുത്തു ചേർന്ന് നിന്ന് ഐ ആം മുസ്ലിം എന്ന് പറയുന്ന ഒരു കൗൺസിൽ, ഒരു കൺവെൻഷന് പോയി അവിടെ ചേർന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവിടുത്തെ മുസ്ലിങ്ങൾ കാണിച്ച ഈ അടുത്ത് ഫ്ലോറിഡയിലെ മുസ്ലിം പള്ളിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വലിയ മാർച്ച്. ആളുകൾ ഇങ്ങനെ മുറിഞ്ഞു, ഇവിടുത്തെ പോലെ അല്ലല്ലോ അമേരിക്കയിലെ മാർച്ച്. ഒരു വലിയ ആൾക്കൂട്ടം പ്രകടനമായി വരില്ല, മുറിഞ്ഞ പ്രകടനങ്ങൾ ഫ്ലോറിഡയിലെ പള്ളിയിലേക്ക് വരികയാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അവിടുത്തെ ആളുകൾ അവര് അവിടെ ഒരു ചെറിയ കൗണ്ടർ ഇട്ടു, മേ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ബാനർ പിടിച്ചു. പള്ളിയുടെ പുറത്ത് മുഴുവൻ വെള്ളം കൊണ്ടുപോയി വെച്ചു. പ്രകടനത്തിൽ വരുന്നവർക്കൊക്കെ അവർ പ്രകടനം നയിച്ച് ദാഹിച്ചു വരികയാണ്. അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. മൂത്രമൊഴിക്കാൻ ആവശ്യമുള്ളവർക്ക് പള്ളിയുടെ പിറകുവശത്ത് കൊണ്ടുപോയി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. വന്നവർക്ക് പള്ളി കാണാൻ എല്ലാ വാതിലും തുറന്നു വെച്ചു കൊടുത്തു. ഫ്ലോറിഡയിലെ മുസ്ലിം പള്ളിയിലേക്ക് നടന്ന മാർച്ച് ചർച്ചയാവുന്നത് അവർ വിളിച്ച മുദ്രാവാക്യം കൊണ്ടല്ല, അവരെ സ്വീകരിച്ച അവിടുത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. അപ്രോച്ചാണ് പ്രശ്നം. അവരുടെ ആ സമീപനമാണ് പ്രശ്നം. അവരെങ്ങനെയാണ് അതിനെ സമീപിച്ചത് എന്നത് തന്നെയാണ് പ്രശ്നം. അതാണ് ചർച്ചയാവേണ്ടത്, അതാണ് വരേണ്ടത്, അതാണ് ഉണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് ഒരുപാട് കാലത്തിലെ തീവ്രയത്നം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇസ്സത്ത്, അഭിമാനബോധമുണ്ട്. നിങ്ങളുടെയും എന്റെയും കയ്യിലാണത്. നാം അത് കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ ഈ പുതിയ കാലം, കാസർഗോഡ് നിന്ന് CH മുഹമ്മദ് കോയ സാഹിബ് ഒരു പ്രസംഗം നടത്തിയാൽ CH തന്നെ തിരുവനന്തപുരം വരെ ആ ആശയം കൊണ്ടുപോകേണ്ട പഴയ കാലമല്ല. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇരുന്ന് ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്താണ്. എന്റെ മുമ്പിൽ അതിന്റെ സംവിധാനങ്ങളുണ്ട്. അവിടെ ഇരിക്കുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അതിൽ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലമാണ്, നല്ലത് തന്നെയാണ്. പക്ഷെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പുതിയ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, വലിയ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം. എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു തരത്തിലാണ് ഈ സമൂഹത്തെ, സമുദായത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ 1948 ഒരു ജനത അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളും അതിലേറെ രൂക്ഷമായി അവന്റെ മുമ്പിലുണ്ട്. അവന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു. നീ ആരാണെന്ന് അന്വേഷിക്കുന്നു. തട്ടത്തിന്റെ നിറം നോക്കുന്നു, തട്ടമിട്ടത് എവിടെയാണെന്ന് നോക്കുന്നു, തട്ടമിട്ടിരിക്കാവുന്നത് എവിടെയാണെന്ന് നോക്കുന്നു. എല്ലാം പരിശോധിക്കപ്പെടുന്നു. ഒക്കെ ഒരു ഭാഗത്തുണ്ട്. ആത്മസംയമനത്തെ കൈവിട്ടുകൊണ്ടല്ല ഇതിനെ സമീപിക്കേണ്ടത്. നിങ്ങളെ പ്രേരിപ്പിക്കാൻ, നിങ്ങളുടെ മുമ്പിൽ വാചക കസർത്തുകൾ കൊണ്ട് പ്രതികരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, വാട്സാപ്പ് മെസ്സേജുകളുണ്ട്, ഫേസ്ബുക്ക് മെസ്സേജുകളുണ്ട്. പക്ഷേ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും വലിയ വർഗീയത പ്രചരിപ്പിക്കപ്പെടുന്ന ഇടമേത് പുതിയ കാലത്തെന്ന് ചോദിച്ചാൽ
അങ്ങാടിയിലെ പൊതുപ്രസംഗമല്ല, ഫേസ്ബുക്കും വാട്സാപ്പുമാണ്. അതിനകത്താണ്, സോഷ്യൽ മീഡിയയാണ്. വർഗീയതയുടെ വിഷം തുപ്പുന്നവരായി പരസ്പരം മാറുകയാണ്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്, എല്ലാം പറയുകയാണ്. അവന് തോന്നുന്നത് മുഴുവൻ രാവിലെ ഇരുന്ന് ട്രോളുകളായി പരസ്പര വിദ്വേഷമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂക്ഷ്മതയുണ്ടാവണം. നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു വാർത്ത ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് അതെവിടെയാണ് പോയി കൊള്ളുന്നത് എന്ന് സൂക്ഷിക്കണം. ഇവിടെ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, നിങ്ങളുടെ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അസൈനാർ ഇവിടെ പറഞ്ഞല്ലോ ഈ അഹമ്മദ് സാഹിബിനെ കുറിച്ച്. മലപ്പുറം ജില്ലയുടെ വിഭജനമുണ്ടായി, മലപ്പുറം ജില്ല പ്രഖ്യാപനമുണ്ടായി. ആഘോഷിക്കാൻ മലപ്പുറം ജില്ല ഒരുങ്ങുകയാണ്. ഈ അഹമ്മദ് സാഹിബ് ജില്ലാ മുസ്ലിം ലീഗിന്റെ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെ വിളിച്ച് തലേ ദിവസം പറഞ്ഞ ഒരു കാര്യം MI തങ്ങൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അഹമ്മദ് സാഹിബ് പറഞ്ഞു, നാളത്തെ ആഘോഷത്തിന് ആരും പോത്തിനെ അറക്കരുത്, മൃഗങ്ങളെ അറക്കരുത്, നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഒരുക്കാവൂ. മലപ്പുറത്ത് ഈ നോൺ കഴിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവന് കൂടിയാണ് ഈ മലപ്പുറം, അവന് വേണ്ടിയുള്ളതാണ്. എത്ര സൂക്ഷ്മതയാണ്! നിങ്ങളെ ഇരിക്കുന്ന അന്തസ്സിലേക്ക്, നാം ഈ ഇരിക്കുന്ന അന്തസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഒരു നേതൃത്വം സൂക്ഷിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഓർമ്മ വേണം. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ കൈകാര്യം ചെയ്യുന്നവര് കയ്യിൽ വരുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, എവിടെ പോകും, എന്ത് റിസൾട്ട് ഉണ്ടാക്കും, എന്ത് ഗുണമുണ്ടാവും. സ്നേഹമുള്ളവരെ, ധാരണ പിഴച്ചാൽ അത് തെറ്റിദ്ധാരണയാവും. തെറ്റിദ്ധാരണ വെറുപ്പുണ്ടാക്കും, വെറുപ്പ് വയലൻസ് ഉണ്ടാക്കും, വയലൻസ് പോളറൈസേഷൻ ഉണ്ടാക്കും. സൂക്ഷിക്കണം. നിങ്ങൾ അതിന് ഒരുപാട് സ്ഥലത്തേക്ക് ദൂരേക്ക് പോണ്ട. കണ്ണൂരിന്റെ ചില പ്രാന്തപ്രദേശങ്ങളും വടകര താലൂക്കും മാത്രം പരിശോധിച്ചാൽ മതി. കാശ്മീരും ഗുജറാത്തും കേരളവും സമാനമായ ധാരണകളുള്ള 3 സ്റ്റേറ്റാണ്. സമാനമായ ധാരണകളുണ്ട്. കശ്മീർ പോലെ. കശ്മീർ കൈവിട്ടുപോയി. പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും എത്രമേൽ സൗഹൃദത്തോടെ കഴിഞ്ഞ ഒരു നാടാണ്. ഇന്ന് പണ്ഡിറ്റുകളുള്ള ഒരു പ്രദേശത്തൊരു മുസ്ലിം ഇല്ല, മുസ്ലിമുള്ള ഒരു പ്രദേശത്തൊരു പണ്ഡിറ്റില്ല. മുസ്ലിം പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് എന്ത് ബോംബ് വർഷിച്ചാലും മോദിക്കറിയാം, ഒരു പണ്ഡിറ്റിന്റെ കണ്ണിലേക്കും അതിന്റെ ചീള് തെറിക്കില്ല. അത്രമേൽ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടു അവര്. ഗുജറാത്തിലെ മുസ്ലിങ്ങളെ, അവിടുത്തെ ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിച്ച് അവരുടെ ബിസിനസ്സുകളിൽ നിന്ന് വേർപ്പെടുത്തി അവരെ ബ്ലോക്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഗുജറാത്തില് മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ ധാര ബിസിനസ് ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ ധാര എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. സമാനമാണ്. കേരളത്തില് ഗുജറാത്തിന് സമാനമായ ഒരുപാട് രാഷ്ട്രീയാവസ്ഥകൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളുടെ ഒരിടം ഇനി കേരളമാണ്. സൂക്ഷിക്കണം നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ധാരണ പിഴച്ചാൽ തെറ്റിദ്ധാരണയാകും. തെറ്റിദ്ധാരണ നിങ്ങളിൽ വെറുപ്പുണ്ടാക്കും. വെറുപ്പ് വയലൻസ് ആവും, വയലൻസ് പോളറൈസേഷൻ ആവും. പിന്നെ ഹിന്ദു പാനിയായി, ക്രിസ്ത്യൻ പാനിയായി, മുസ്ലിം പാനിയായി വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ മാറി മാറിയിരിക്കേണ്ടി വരും. മുസ്ലിം ലീഗിന്റെ ഒരു വാർഷികം നമ്മൾ ആലോചിക്കുമ്പോ ഒരു ജനതയെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് നിർത്താനെടുത്ത അത്യധ്വാനത്തെ നിങ്ങൾ കാണാതിരിക്കരുത് എന്ന് ഞാൻ പറയുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് സൂക്ഷ്മത വേണം. സമുദായത്തിനകത്തുള്ള ഐക്യത്തിലും സൂക്ഷ്മത വേണം. വർഗീയതയുടെ പ്രചാരണ രംഗങ്ങളിൽ മുമ്പിലാണ് സോഷ്യൽ മീഡിയ. എന്നാലോ സമുദായത്തിനകത്തുള്ള സകലമോന കുത്തിത്തിരിപ്പുകളിലും വളരെ ഉഷാറാണ് സോഷ്യൽ മീഡിയ. അതിനകത്ത് ഇപ്പൊ വലിയ എന്താണ് ചർച്ച നടക്കുന്ന ഒരു കാര്യം അവിടെയാണ്. സമുദായത്തെ എങ്ങനെ പിറകോട്ട് കൊണ്ടുപോകാം? 947 നിന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത നമ്മളുടെ പിതാക്കള്, അക്ഷരജ്ഞാനമില്ലാത്ത, ഞാനിപ്പോഴും ഓർക്കാറുണ്ട് വയനാട്ടിലെ പഴയ തണുപ്പ് കാലത്ത്. ഞാൻ 10-14 കൊല്ലമായി വയനാട്ടിൽ നിന്ന് മാറിയിട്ട്. വയനാട്ടിലെ പഴയ തണുപ്പ് കാലത്ത് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ പുതപ്പ്
എന്താണ് വകഞ്ഞുമാറ്റി എഴുന്നേറ്റ് കൊടും തണുപ്പിൽ ഒളുവെടുത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചു വന്ന കാരണവന്മാർ അവർ സ്വർഗത്തിലുണ്ടാവില്ലേ സ്നേഹമുള്ളവരെ? അവരിൽ ആരാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പറയുന്ന ഒരു വർഗീയ പ്രചാരണത്തെ ഏറ്റെടുത്തിട്ടുള്ളത്? ഒരൊറ്റ ഭക്ത നമസ്കാരം ഒഴിവാക്കാത്തവർ, ജീവിതത്തിൽ മുഴുവൻ സത്യസന്ധത പാലിക്കുന്നവർ, നേരമൊന്ന് വെളുത്തു വരുമ്പോഴേക്കും അവന്റെ തറവാട്ടുമുറ്റത്ത് അടുത്ത വീട്ടിലെ രാമൻ, കൃഷ്ണൻ, സഹദേവൻ അവർ വരും. അവിടുത്തെ അവരെ ഭാര്യമാര് വരും. എന്നിട്ട് പറയും, എന്റെ ഭർത്താവ് വലിയ കള്ളുകൂടിയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഹാജിയാരെ വിളിച്ചിട്ട് കണ്ണുരുട്ടിയാൽ രാമൻ ഒരു 10 ദിവസമെങ്കിലും പിന്നെ കുടിക്കില്ല. രാമന് മുഹമ്മദ് പൈസ കൊടുക്കാനുണ്ട്, പരാതി പറയാൻ വരുന്നത് നാട്ടിലെ വലിയ കാർന്നോരുടെ വീട്ടിലാണ്. അയാൾ വാങ്ങിക്കൊടുക്കുക പൈസ. ഹിന്ദു ഏത് മുസ്ലിം ഏത് അവരുടെ പ്രശ്നം മാത്രം തിരിച്ചറിയുന്ന ഒരു കാലം. എത്ര സത്യസന്ധമായാണ് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നത് അന്നത്തെ കാലത്ത്, ഹിന്ദുക്കൾ ജീവിച്ചിരുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്. നമ്മൾ ഒരുപാട് പുരോഗമിച്ചു, വലിയ വിവരമുണ്ടായി, വിദ്യാഭ്യാസമുണ്ടായി, വീട്ടിന്റെ മുമ്പിൽ കോളേജ് ഉണ്ടായി, പഠിക്കാത്ത മക്കൾ വീട്ടിലില്ലാതെയായി, എല്ലാം ഉണ്ടായി. എന്നിട്ടും പിന്നെയും പിന്നെയും ചുരുണ്ട് നാം എവിടേക്കാ പോണത്? ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ ചെന്നപ്പോ വമ്പിച്ച പ്രാർത്ഥന, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട്, അല്ലാഹുവേ സിറിയയിലെ മുസ്ലിങ്ങൾക്ക് നീ ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ. ഞാൻ ആത്മാർത്ഥമായി ആമീൻ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ കൊന്നു തള്ളിയ അഖ്ലാഖ്, അല്ലാഹുവേ ഖബറിൽ നീ ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ. ഞാൻ പ്രാർത്ഥിച്ചു, ആമീൻ. അത് കഴിഞ്ഞ് JNUവിലെ സംഘപരിവാറിന്റെ ഇരയായി കാണാതെ പോയ നജീബിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആമീൻ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആലോചിച്ചു, സിറിയയിലെ മുസ്ലിങ്ങൾ ആരാണ്? സിറിയയിലെ മുസ്ലിങ്ങൾ 2 വിഭാഗമാണ്. രണ്ടും ഷിയാകൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഷിയ വിഭാഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടിയുമില്ല. പ്രാർത്ഥിക്കണം, ദുർബലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആരാണ് അഖ്ലാഖ്? ബറലബിയാണോ? അഹ്ലെ ഹദീസാണോ? നമ്മളൊന്നും നോക്കിയിട്ടില്ല. അല്ലാഹുവേ ശാന്തി നൽകണം, പ്രാർത്ഥിച്ചു. നല്ല കാര്യമാണ്, നമ്മൾ ആമീനും പറഞ്ഞു. നജീബ് ആരാണ്? കൃത്യമായി അഹ്ലെ ഹദീസാണ്. കുഴപ്പമില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോ സിറിയയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന, നജീബിന് വേണ്ടി പ്രാർത്ഥന, അഖ്ലാഖിന് വേണ്ടി പ്രാർത്ഥന. അയൽവക്കത്തുള്ള മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? സലാം ചൊല്ലോ? ഓ മറ്റേ ഗ്രൂപ്പാണ്. എവിടേക്കാ പോണത്? എന്തിനാണ് ഈ വിഭാഗീയത? ഇതെവിടെയാണ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുക? വിശുദ്ധ ഖുർആനിനകത്ത് MM അക്ബറിന് NIA. ഓ, എന്തൊരു മുസ്ലിം സ്നേഹമാണ് അല്ലേ? എന്തൊരു മുസ്ലിം പ്രവാചകന്മാരാണ്! എത്ര വലിയ മുസ്ലിം പ്രവാചകന്മാരാണ്! ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അധികം ഡയലോഗൊന്നും വേണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫാഷിസ്റ്റുകൾ വരുമ്പോ അവർക്കെതിരെ ശബ്ദിക്കാൻ, ഇത് കുണ്ടിലെ തവളക്ക് കേരളത്തിലല്ലേ നമുക്ക് ഈ പരാക്രമമൊക്കെ പറ്റുള്ളൂ. പുറത്തേക്ക് പോകണമെങ്കിൽ, കർണാടക പ്രസംഗിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് വേണം, അവരെ ഒരുക്കി കൊടുക്കുന്ന വേദി വേണം. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിപ്പൊക്കെ അറിയണോണ്ടാ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി നിൽക്കാം. ആ കോൺഗ്രസുമായി നിൽക്കുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ പറഞ്ഞത് അതിന്റെ പേരിലാണ്. അത് കർണാടകയില്. ഞാൻ ചോദിക്കുന്നത്, കർണാടകയിൽ പോയിട്ട് അങ്ങനെ പ്രസംഗിക്കുമ്പോ അതൊക്കെ അവിടുന്ന് പലതും പറയാം. എങ്ങനെ ബ്രണ്ണൻ കോളേജ് പഠിക്കുമ്പോൾ ഒക്കെ ശരിയാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ ബഹ്റിൻ എന്താ മാറ്റാത്തത്? ബഹ്ർ ആരുടെ ആളാണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫേക്ക് പോരാട്ടമുണ്ടല്ലോ, അറ്റാക്കുണ്ടല്ലോ, അതിനെ ന്യായീകരിച്ച ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ബഹ്റയാണ്. നരേന്ദ്രമോദി നടത്തിയ ഏറ്റവും രൂക്ഷമായ പോരാട്ടത്തെ, മുസ്ലിം വിരുദ്ധമായ പോരാട്ടത്തെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച ഒരുത്തനെ കൊണ്ടുവന്ന് DGP ആക്കുമ്പോ ലവ്ലിൻ കേസിന്റെ മാത്രം സ്വപ്നമല്ല, മനസ്സിനകത്ത് വേറെയും സ്വപ്നമുണ്ട്. അല്ലെങ്കിൽ ഒരു ശിവസേനയുടെ വർത്തമാനങ്ങൾ പറയണ്ട. എന്തേ ബഹ്റയെ മാറ്റാത്തത് എന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്തേ ബഹ്റയെ മാറ്റാത്തത്? ബഹ്റയെ മാറ്റാത്തതിന്റെ സയൻസ് എന്താണ്? ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. ബഹ്റ എന്ന് പറയുന്നത് കൃത്യമായി ഫാഷിസ്റ്റ് അജണ്ടകൾ വെച്ചു പുലർത്തുന്ന ഒരാൾ എന്നത് മാത്രമല്ല,
ബെഹ്റയുടെ ഭാര്യ സഹോദരനാണ് നരേന്ദ്രമോദിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പുതിയ വാർത്തയാണെങ്കിൽ അത് വാസ്തവമാണ്. ബെഹ്റ എന്ന് പറയുന്ന കേരളത്തിലെ DGPയുടെ ഭാര്യ സഹോദരൻ നരേന്ദ്രമോദിയുടെ ഓഫീസിനെ കൺട്രോൾ ചെയ്യുന്ന പദവിയുള്ള ആളാണ്. അങ്ങനെ ഒരു DGPയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഫാഷിസത്തെ താരൂട്ടി വളർത്തുകയും മാപ്പിളയെ കാണുമ്പോ അവന്റെ മുമ്പിൽ മുണ്ടടിച്ച് അവനോട് ബഹുമാനം കാണിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തെ അങ്ങനെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഞങ്ങൾ ഈ നിലപാടുകൾ കൃത്യമായി ശക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ആ സമീപം. ഇന്നലെ ദേശാഭിമാനിയിൽ ഒരു രസകരമായ വാർത്തയുണ്ട്. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് എന്താണ്? തലമറക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ പോലീസ്. വലിയ വാർത്ത ഇന്നലത്തെ ദേശാഭിമാനി, നോക്കിയാൽ മതി. ദേശാഭിമാനിയുടെ ലാസ്റ്റ് പേജ് എന്താണ്? വസ്ത്രധാരണം നിർബന്ധമാക്കുന്നതിനെ പൊരുതണം പിണറായി വിജയൻ. മുമ്പിൽ മോഡി നേരെ പറഞ്ഞു, ബാക്കിൽ പിണറായി നേരെ അല്ലാണ്ട് പറഞ്ഞു. രണ്ടും കണക്കാണ്, രണ്ടും ഒന്നാണ്. പക്ഷെ നമ്മളെ ചില ആളുകൾക്ക് ബാക്കിലെ മോഡിനെ മുണ്ടെടുത്തതുകൊണ്ട് തരക്കടില്ല എന്നുള്ള അഭിപ്രായമാണ്. മുമ്പിൽ നേരെ പറഞ്ഞ മോഡിനോടാണ് നമുക്ക് ദേഷ്യം, ഇല്ലേ? ഫാഷിസം ഒരു രൂപമല്ല, ഫാഷിസം ഒരു പെട്ടിക്കൂടല്ല, ഫാഷിസം ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിന് എന്താ ഒരു പ്രത്യേകത? ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയാത്തതൊന്നും ശരിയല്ല, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യാത്തതൊക്കെയും തെറ്റാണ്. ഞാൻ അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കില്ല. രാഷ്ട്രീയത്തിലെ ഫാഷിസം എന്താണ്? മതത്തിലെ ഫാഷിസം എന്താണ്? നരേന്ദ്രമോദി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഫാഷിസം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാൽ കൊല്ലും ചന്ദ്രശേഖരനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്താൽ കൊല്ലും ഷുക്കൂറിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പോരാട്ടം നടത്തിയാൽ ഇല്ലായ്മ ചെയ്യും ആരെയും. ഇതിന്റെ പേരെന്താണ്? രാഷ്ട്രീയം എന്നാണോ? അല്ല, ഫാഷിസമാണ്. ഫാഷിസം ഒരു സ്വഭാവമാണ്. അത് ഞാൻ കാണിച്ചാൽ, നിങ്ങൾ കാണിച്ചാൽ, പിണറായി കാണിച്ചാൽ, നരേന്ദ്രമോദി കാണിച്ചാൽ, ആര് കാണിച്ചാലും. രണ്ടാമത്തെ കാര്യം BJP-യാണ്. BJP-ക്കെതിരെ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. 20 കൊല്ലത്തിലെ കണ്ണൂർ ജില്ലയുടെ പൊളിറ്റിക്കൽ റേഷ്യോ നിങ്ങൾ പരിശോധിക്കുക. എന്റെ അരീക്കോട് മണ്ഡലം, ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരെ BJP ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വാങ്ങിയ വോട്ടിന്റെ ഇരട്ടിയോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടി. കണ്ണൂരിലെ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണോ? കഴിഞ്ഞ 20 കൊല്ലമായി BJP അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നു കണ്ണൂർ ജില്ലയിൽ. CPM പറയുന്നു ഞങ്ങൾ അവരെ എതിർക്കുന്നു. എന്തെതിർപ്പാണോ ഇത്? ഇതെന്തൊരു എതിർപ്പാണ്? എതിർത്തിട്ട് BJP-ക്ക് വോട്ട് കുറഞ്ഞോ? ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 ജീവിക്കുമെന്ന് വിളിക്കുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, അത് CPM-ന് മാത്രമല്ല, അത് BJP-ക്കും ബാധകമാണ്. കൊന്നു തീർക്കാൻ കഴിയുമോ BJP-യെ, RSS-നെ, സംഘപരിവാരത്തെ, NDF-നെ, മതതീവ്രവാദികളെ? സാധിക്കുമോ? അസംബന്ധമാണ്. കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് BJP-യെ ശത്രുവായി കാണുന്നത് എന്നതിന് ഒരു പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ ചെറുപ്പക്കാർ, അന്തംഗമികൾ, വിവരമില്ലാത്ത ഒരു ആവേശ കമ്മിറ്റിയാണ്. ആ ആവേശ കമ്മിറ്റിക്കാരനെ കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങളിൽ നിർത്തണമെങ്കിൽ അവന്റെ മുമ്പിൽ പോരാടാൻ ഒരു ഇര വേണം. ബാക്കിയുള്ളടത്തൊക്കെ പണിയുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ പോയി നോക്ക്, കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ പോയി നോക്ക്. അവിടെ വേറെ കുറെ ഏർപ്പാടുകളുണ്ട്, സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, പല പരിപാടിയായിട്ട് ആളുകൾ എൻഗേജ് ആണ്. ഇവിടെ യാതൊരു പണിയുമില്ല, രാവിലെ ജോലിയും കുത്തിർക്കാണ്, സ്കൂളിൽ പോകലില്ല, വേറെ പണിയെടുക്കലില്ല. കണ്ണൂരിൽ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഗ്രാമപ്രദേശങ്ങൾ, തളിപ്പറമ്പിന്റെ ഉൾഗ്രാമങ്ങളിൽ നിങ്ങൾ പറ, പഠിക്കാൻ പോണ എത്ര പേരുണ്ട്? നാദാപുരത്ത് എത്ര കാലമായി CPM ഭരിക്കുന്നു? എത്ര സ്കൂളുണ്ട് അവരുടെ കയ്യിൽ? അവിടെ ലീഗിന്റെ കയ്യിൽ ദശക്കണക്കിന് സ്കൂളുകളും കോളേജുകളും ഉണ്ട്. അവിടെയൊക്കെ ഓരോ കമ്മിറ്റിക്കായിട്ട് ലീഗുകാർ എൻഗേജഡ് ആണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ അങ്ങനെയല്ല. അപ്പൊ അവന് വെട്ടാനും കുത്താനും ആൾ ഇടക്കിടക്ക് വേണം. കോൺഗ്രസ്സുകാരനെ വെട്ടിയാൽ കോൺഗ്രസ്സുകാരൻ കിട്ടിയ വെട്ടുമായിട്ട് ഓടിത്തടിയെടുക്കും. ലീഗുകാരൻ അഥവാ കുറച്ചൊരു ഉഷറിലോണ്ട് തിരിച്ചൊന്ന് വെട്ടുമായിരിക്കും. വെട്ടിയാലോ പാർട്ടി ഓൺ ചെയ്യൂല. പാർട്ടിക്കാരെ എന്നോട് ആരാ പറഞ്ഞത്? ഏത് കമ്മിറ്റിയോട് എന്നോട് വെട്ടാൻ പറഞ്ഞത്? നീ പോയിട്ട് അങ്ങ് വെട്ടിവിടില്ല. നിവൃത്തിയില്ലാണ്ട് വെട്ടിയായിരിക്കും. പാർട്ടി ഓൺ ചെയ്യൂല, പാർട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കൂല. ഇനി ഇങ്ങോട്ട് കിട്ടിയ വെട്ടിന് എന്നെ കേസ് അടക്കാൻ നമുക്ക് വലിയ പണിയാണ്. അറിയോ നിങ്ങള്? അതാ ലീഗിന്റെ സ്ഥിതി. ഒരു പാർട്ടിയും ഓൺ ചെയ്യില്ല. CPM-ലോ ഒരു വട്ടേ വെട്ടിയിട്ടുള്ളൂ, ഒന്നുകൂടെ വെട്ടണ്ടടാ. അത് കമ്മിറ്റി കൂടിയിട്ട് ഓരോ പ്രത്യേക ആശംസ. ഓന്റെ കുടുംബത്തിന്റെ ചെലവ് നമ്മൾ വഹിക്കുന്നതാണ്, ഓന്റെ കേസ് നമ്മൾ നടത്തുന്നതാണ്.
അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഉഷാറാക്കി വെട്ടുന്നുണ്ട്. അതേപോലെ അവരോട് വെട്ടാനും കമ്മിറ്റി കൂടാനും പറ്റിയ സംഘടന BJP ഉള്ളൂ. ഇതാ പ്രശ്നം. രണ്ടു സംഘടനകളാണ് വെട്ടിനെയും കൊലയെയും ഓൺ ചെയ്യുന്ന രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ. കണ്ണൂർ ജില്ലയിലുള്ളത്, കേരളത്തിലുള്ളത് BJP ആണ്. BJPയോട് പോരടിക്കുന്നത് CPM ആണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു വെട്ടിന് ഓടുന്ന കോൺഗ്രസ്സുകാരൻ രണ്ടാമത്തെ വെട്ടിന് പിന്നെയും വരുമ്പോ പതുക്കെ മാറി നിൽക്കും, പിന്നെ ന്യൂട്രാവും, പിന്നെ വെട്ടാൻ പറ്റിയവന്റെ നിൽക്കേണ്ടി വരും, പ്രൊട്ടക്ഷൻ തരുന്നവന്റെ കൂടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ അറിയാതെ കേരളത്തിൽ BJPയെ വളർത്തുക ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, 925 പൂനെയിൽ RSS രൂപീകരിച്ചപ്പോ അതേ സെക്കൻഡിൽ കേരളത്തിൽ അതിന്റെ ശാഖ വന്നു. RSSന്റെ ശാഖകൾ ചടപടപടാന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. കേരളത്തില് ഒരുപാട് ശാഖകൾ പിരിഞ്ഞുപോയി. ഞാൻ എന്റെ ഒരുപാട് കാലത്തെ പ്രായമൊന്നുമല്ല, എനിക്കറിയാം. വൈകുന്നേരങ്ങളിൽ കൽപ്പറ്റയിലേക്ക് കോഴിക്കോടേക്കൊക്കെ പോകുമ്പോ വഴിയോരങ്ങളിൽ RSSകാർ കാക്കി ട്രൗസറും ഇട്ട് സവാരി നടത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഒരു 20 വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പൊക്കെ. ഇന്നങ്ങനെ ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ RSSകാരൻ കുടിയേറ്റ് പോയത് എങ്ങനെയാണ്? അവനെ വെട്ടാൻ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടാ? അവിടെ വെട്ടാൻ മുസ്ലിങ്ങൾ വന്നിട്ടാ? അല്ല. RSSന്റെ ഈ വർഗീയ പ്രചാരണങ്ങൾ നിലനിൽക്കില്ലെന്ന് അവിടുത്തെ ഹിന്ദുവും മുസ്ലിമും തെളിയിച്ചു കൊടുത്തു. പിന്നെ എന്താ RSS, എന്താ സ്കോപ്പുള്ളത്? ഫാഷിസത്തിന് എന്താ സ്കോപ്പുള്ളത്? എന്നാൽ മറുഭാഗത്ത് വെട്ടാനും കുത്താനും ജയിക്കാനും വേറെ ഒരാളുണ്ട് എന്ന ബോധ്യം വന്നപ്പോ RSS അവിടെ നിന്നു. CPMന് RSS വേണം, കോൺഗ്രസിനെ കിട്ടില്ല, ലീഗിനെ കിട്ടില്ല. മറുഭാഗത്ത് ആരിടാൻ ചോദിക്കുമ്പോ നെഞ്ചു വിരിച്ച് കത്തിയും കപിടിച്ചു നിൽക്കാൻ അവനെ ഓൺ ചെയ്യുന്ന ഒരു സംഘടനയില്ല. എന്നാൽ CPMന് മറുഭാഗത്ത് RSS ഉണ്ട്. RSSന് BJPക്ക് CPM വേണം, CPMന് BJP വേണം. എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ, നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ, എന്തിന് മലപ്പുറം ജില്ലയിൽ എത്രയോ ശതമാനം മുസ്ലിങ്ങൾ, ഹിന്ദു സഹോദരന്മാരുള്ള പഞ്ചായത്തുകളുണ്ട്, അവർക്ക് മാത്രം ഭരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഉള്ളിടത്ത് എന്താ BJP വളരാത്തത്? എന്താ BJPക്ക് ശക്തി പ്രാപിക്കാൻ കഴിയാത്തത്? BJPയുമായി ഒരു ആയുധ സമരത്തിലല്ല അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടുത്തെ ലീഗ്, അവിടുത്തെ കോൺഗ്രസ്. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ സ്ട്രാറ്റജിയാണ്. എന്നിട്ട് അതിന് പോയി ലൈക്കടിക്കുന്ന കുറെ ആളുകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് UDFന്റെ നിരയിലെ ചെറുപ്പക്കാരായി അല്ലെങ്കിൽ ജയിച്ചു വന്ന ആളുകൾ നിങ്ങളൊന്ന് പരിശോധിക്ക്. ഞാൻ പോയി മത്സരിച്ച മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇതാ റഷീദ് ഇവിടെ ഉണ്ട്. ആ മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലത്തിന്റെ അവിടുത്തെ ഒരു ചരിത്രം എന്താണ്? അവിടുത്തെ മറ്റു മതസ്ഥർ, മറ്റു വിഭാഗക്കാർ ഒരുമിച്ച് ബഹുമാനിച്ച് പരസ്പരം ആദരിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ പോയാണ് ലീഗിന്റെ ചിഹ്നവുമായി ഞാൻ മത്സരിക്കുന്നത്. CPMന്റെ മണ്ഡലമായിരുന്നല്ലോ അത്. VT ബൽറാം മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? RSSനോട് നേർക്കുനേരെ പൊരുതിയിട്ടാണ് VT ബൽറാം ജയിച്ചു വരുന്നത്. ആരാണ് VD സതീശൻ? VD സതീശന്റെ നിയോജക മണ്ഡലം നിങ്ങൾ പരിശോധിക്കണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് VD സതീശൻ കഴിഞ്ഞ നിയമസഭയില് ശശികല ടീച്ചർക്കെതിരെ കൊടുത്ത ഒരു മറുപടി ഉണ്ടല്ലോ, ക്ഷേത്രങ്ങളുടെ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോളിംഗ് അറ്റൻഷൻ. ആ കോളിംഗ് അറ്റൻഷനുമായി ബന്ധപ്പെട്ട് സതീശന് വെല്ലുവിളി ഉണ്ടായി. സതീശനെ ജയിപ്പിക്കാൻ കഴിയുന്ന നിർണായക വോട്ട്, മുസ്ലിം വോട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇല്ല. എന്നിട്ടും സതീശൻ അതിരൂക്ഷമായി തന്റെ മണ്ഡലത്തിൽ നിന്ന് RSSനെ വെല്ലുവിളിച്ചു. എങ്ങനെ വെല്ലുവിളിച്ച? കത്തിയും കോടാലിയും കൊണ്ടല്ല. നിങ്ങൾ വാ എന്നോട് തർക്കിക്കാൻ, എന്നോട് പൊരുതാൻ, എന്നോട് മത്സരിക്കാൻ. പഠിച്ച പണി 18 BJPയും RSSും പയറ്റി നോക്കി സതീശനെ തോൽപ്പിക്കാൻ. ഷാഫിയെ തോൽപ്പിക്കാൻ പാലക്കാട് തൊട്ടു താഴെ വന്നു നിൽക്കുന്നത് CPM അല്ല, BJPയാണ്. ഞങ്ങള് നിലപാടുകൾ വെച്ച് മത്സരിക്കുന്നവരും ജയിക്കുന്നവരും. ഇപ്പൊ UDFനകത്ത് എണ്ണം കുറവുണ്ടായിരിക്കാം, എണ്ണത്തിന്റെ കുറവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ പൊരുതിയത് നിലപാട് വെച്ചിട്ടാണ്. മറുഭാഗത്തുള്ള പോലെയല്ല. മറുഭാഗത്ത് വന്ന ചെറുപ്പക്കാർ ആരൊക്കെയാണ്? നേതാക്കന്മാരെ പെട്ടും തൂക്കി പിടിച്ച് നടന്നിട്ട് 25,000 30,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലത്തിൽ കല്യാശ്ശേരിയിലും തലശ്ശേരിയിലും ഒക്കെ പോയിട്ട് ജയിച്ചു വന്ന ചെറുപ്പക്കാർ അപ്പുറത്തുള്ളത്. എന്നിട്ട് ഞങ്ങളോട് പറയാണ് ചോരച്ചാലുകൾ ഏത് ചോരച്ചാലടോ? ഓവുചാലി ചാടി കിടന്നിട്ടില്ല. ഇവനൊന്നും ഓവുചാലി ചാടി കിടന്നിട്ടില്ല. ഞങ്ങളാണ് പൊരുതി വന്നവര്, ഞങ്ങളാണ് ധീരമായി മത്സരിച്ച് വന്നവര്, ഞങ്ങളാണ് ഇത് ഫാഷിസത്തിനെതിരെയും വർഗീയതക്കെതിരെയും പൊരുതിയിട്ട് ജയിച്ചു വന്നവര്. ആ ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പിണറായി വിജയനല്ല, അതിനപ്പുറത്തും വന്നാൽ മുഖത്ത് കൈ ചൂണ്ടി പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കും ഞങ്ങൾ നിയമസഭയുടെ അകത്ത്. അതുണ്ടാക്കിയത് ഞങ്ങളുടെ മനസ്സിനകത്തുള്ള ധീരതയാണ്, നിലപാടിന്റെ ശക്തിയാണ്.
ഞാൻ പറഞ്ഞിരട്ടെ, ഞാൻ ചോദിച്ചല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, എന്നോട് വോട്ടിന്റെ കാര്യം ചോദിച്ചപ്പോ ഉസ്താദിന്റെ സമ്മതം ചോദിക്കാൻ പറഞ്ഞപ്പോ അയാളുടെ ഫ്ലക്സ് അടിച്ചു വെച്ചു, അനുഗ്രഹം വാങ്ങുന്ന ഫോട്ടോ. ഈ ഉളുപ്പില്ലാത്ത CPM കാരൻ അഴീക്കോട് മണ്ഡലത്തിലടക്കം ഇത് അവിടെ ഇവർക്കറിയാം, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു ഒരുമിച്ചിരിക്കുന്നതിന്റെ. ഞങ്ങളെ പണിക്ക് പോയിട്ടില്ല. അങ്ങനെ സ്വന്തം വ്യക്തിത്വവും നിലപാടും അടിയറ വെച്ചിട്ട് ജയിക്കേണ്ട സാധനമാണ് ഒരു MLA എന്ന് ഞാൻ വിചാരിക്കണില്ല. ഇന്ത്യയിലെ മറ്റേത് പദവിയെക്കാളും ഞാൻ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്ന എന്റെ രാഷ്ട്രീയ നിലപാടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. എന്റെ നേതാവ് E. അഹമ്മദ് സാഹിബാണ്. എന്റെ നേതാവ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖായിദ് മില്ലത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട നെഹ്റുജി, ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെയാണ്, ഞങ്ങൾ മരിക്കുന്നതും ഇവിടെയായിരിക്കുമെന്ന് തന്റെ മകനെ രാജ്യത്തിന് എഴുതി കൊടുക്കുമ്പോ അന്ന് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു. E. അഹമ്മദ് സാഹിബ് മരിച്ച് കണ്ണിൽ നിന്ന് മറഞ്ഞു പോയപ്പോ മനോരമ ചാനലിൽ അദ്ദേഹം കൊടുത്ത അഭിമുഖം ഇങ്ങനെ വരികയാണ്, ഞാൻ ഒന്നാമതായി ഒരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് അഹമ്മദ് സാഹിബ് പറയുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അഭിമാന ബോധം നൽകിയ ഏറ്റവും വലിയ പേരിന്റെ അർത്ഥശാസ്ത്രത്തിന്റെ അതിന്റെ രീതിയുടെ പേരാണ് അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത്. അതങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യം നൽകിയതിന്റെ ഇടമാണ്, പേരാണ്, ആ സംഘടനയുടെ നാമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, 1948 അത് ഉണ്ടാക്കിയത് 12 പേരാണ്. 12 പേരുണ്ടാക്കിയ സംഘടനക്ക് 18 MLA-മാർ നിയമസഭയിലുണ്ട് കേരളത്തിൽ. 18 MLA-മാർ നിലപാടുകൾ നെഞ്ചേറ്റി പിടിക്കാനുള്ളതാണ്. അത് നെഞ്ചിന് കൂട്ടിനകത്തു വെച്ച് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ്. നിവർത്തിപ്പിടിക്കാൻ ഒരു ശിരസ്, വളയാത്ത ഒരു നട്ടല്, അതാണ് 68 കൊല്ലം കൊണ്ടൊരു ജനതയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് ചെയ്തു വെച്ചത്. പുതിയ തലമുറയിലെ കുട്ടികളോട് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങളുടെ പുതിയ സോഷ്യൽ മീഡിയയുടെ കാലത്തെ സൂക്ഷ്മതയോടെ വിനിയോഗിക്കണം. മറ്റുള്ളവന്റെ അഭിമാനത്തെ നിങ്ങൾ മുറിപ്പെടുത്തരുത്. മറ്റുള്ളവന്റെ തന്തക്ക് കയറി വിളിക്കുന്ന സംസ്കാരമില്ലാത്ത ഇടനിലമാക്കി നിങ്ങൾ ഫേസ്ബുക്കിനെ മാറ്റരുത്. മറ്റാരെയും അപമാനിക്കാൻ നിങ്ങൾ ആ വാക്കുകൾ ഉപയോഗിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഏറ്റവും പരിശുദ്ധമായ ലോകത്തിലെ ഇടം ഏതാണെന്ന്? ഏറ്റവും വിശുദ്ധമായ ഇടം. സഹാബികൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന കഅബ നിലകൊള്ളുന്ന ഈ മക്കയാണത്. പ്രവാചകൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികളോട് പറഞ്ഞു, അത് ദുൽഹജ്ജ് 10 എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതുപോലെ വിശുദ്ധമായ കഅബ പോലെ ദുൽഹജ്ജ് 10 പോലെ വിശുദ്ധമായ ഒന്നുണ്ട്. അതെന്താണെന്നറിയുമോ? മറ്റുള്ളവന്റെ അഭിമാനമാണ്. മറ്റുള്ളവന്റെ അഭിമാനം കഅബ പോലെ വിശുദ്ധമാണ്. ദുൽഹജ്ജ് 10 പോലെ വിശുദ്ധമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവന്റെ തന്തക്കും തള്ളക്കും വിളിക്കുമ്പോൾ ഓർക്കണം, നമ്മളുടെ കൈവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു വാചകം നമ്മുടെ സംസ്കാരത്തെ, നമ്മൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തെ, 10-68 കൊല്ലക്കാലം നമ്മൾ പോറ്റി വളർത്തിയിട്ടുള്ള ഒരു നിലപാടിനെ തകർക്കുന്ന വിധത്തിലാവരുത്. സൂക്ഷ്മതകൾ അനിവാര്യമാണ്. സൂക്ഷ്മതകൾ ഉണ്ടാവണം. ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. ഇന്ത്യയെക്കുറിച്ച് ഓർത്ത ഒരു ദിവസം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് വിചാരിച്ച ഒരു ദിവസം അത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലീഗുകാർ, പ്രത്യേകിച്ച് KMCC-ക്കാർ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഗാന്ധിജിയുടെ ഒരു വാചകമുണ്ട്, ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. എന്തൊരു മനോഹരമായ പദമാണ്. സത്യം, ദൈവം സത്യമാണ്, എന്നാൽ ദൈവത്തെ സത്യമെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. നമ്മളെല്ലാവരും സത്യം തിരഞ്ഞു പോകുന്നവരാണ്, ദൈവത്തെ തിരഞ്ഞു പോകുന്നവരാണ്. പക്ഷെ നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക, ദൈവം അവിടെ ഉണ്ടാവും. ദൈവം അവിടെ ഉണ്ടാവും. പള്ളിയിലേക്ക് പാഞ്ഞു പോകുമ്പോൾ അയൽപക്കത്ത് വിശക്കുന്നവനെ മറന്നാൽ അവിടെ അള്ളാഹു ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ വിശക്കുന്നവൻ്റെ ചേർന്ന് അള്ളാഹു ഉണ്ടാകും. ഒരാൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? ഒരാൾ അള്ളാഹുവിനെ ദർശിക്കുന്നത് എങ്ങനെയാണ്? ഈശ്വരനെ ദർശിക്കുന്നത് എങ്ങനെയാണ്? ഓർത്തിട്ടുണ്ടോ നിങ്ങൾ?
വിശക്കുന്നവൻ്റെ മുമ്പിൽ 10 കിലോ അരിയായിട്ട് ഏതെങ്കിലും ഒരു ദൈവം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവവിളിക്കുത്തരമായി 10 കിലോ അരിയുമായി പോയവരുണ്ട്. നിങ്ങളൊരു വിശക്കുന്നവൻ്റെ മുമ്പിൽ ഒരു 10 കിലോ അരിയുമായി ചെല്ലുമ്പോൾ അവൻ കാണുന്നത് നിന്നെയല്ല, അള്ളാഹുവിനെയാണ്, ദൈവത്തെയാണ്. കാരണം നിന്റെ മനസ്സിൽ നിന്ന് ആ അരിയായി അവൻ്റെ മുമ്പിൽ എത്തിച്ചത് ആ ദൈവമാണ്. അപ്പൊ ആ പണിയെടുക്കേണ്ടവർ നമ്മളാണ്. ആ പണിയാണ് KMCCയുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കിണറുകളായി, വീടുകളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു, ഒരു പ്രശംസാവചനവും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സമുണ്ടാക്കരുത് എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇനിയും പ്രവർത്തിക്കണം. പക്ഷേ ഓർക്കണം, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഗാന്ധിജിയുടെ മറ്റൊരു വാചകം. ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതി വരാറില്ല. ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ വേർഡ്സ്, ഡൊണേറ്റ് യുവർ പ്രസൻസ്. ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മർ ലൈവ്സ്. ചിരിച്ചാൽ മതി. ചിലരോട് എല്ലാവർക്കും പൈസ എടുത്തു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ, ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ. പക്ഷേ സങ്കടം ചോദിച്ചു വരുന്നവൻ്റെ പുറത്തൊന്ന് തട്ടണം, ഒന്ന് ചിരിക്കണം, അത് മതി. ഞാൻ നിയമസഭയിൽ നിന്ന് ചോദിച്ചതാണ് പിണറായി വിജയനോട്, ഒന്ന് ചിരിച്ചൂടപ്പാ, എന്താപ്പം അതുകൊണ്ട് കുഴപ്പം, എന്താ കുഴപ്പം, മസിൽ പിടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളുടെ ജീവിതം എത്ര ക്ഷണികമാണ് സഹോദരന്മാരെ. ഞാൻ ബാലേട്ടനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അടുത്തിരിക്കേണ്ട, ഉരുകി തീർന്നു പോവാ സാധു 5 കൊല്ലം കൊണ്ട്. പേടിയാണ്. അങ്ങനെയാണോ നേതാവ് ഉണ്ടാവേണ്ടത്? അങ്ങനെയായിരുന്നു മുത്തു റസൂൽ ഉണ്ടായിരുന്നത്? അങ്ങനെയാണോ നേതാക്കന്മാരുണ്ടായിരുന്നത്? അഹമ്മദ് സാഹിബിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എത്ര അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ടുണ്ട്. ആകാശം മുട്ടേ വ്യക്തിത്വം ഉണ്ടായിരുന്നില്ലേ ആ മനുഷ്യന്? ഏത് കുട്ടികളോടും ചേർത്ത് പിടിച്ച് ചിരിക്കുമായിരുന്നില്ലേ അദ്ദേഹം? CHനെ എത്ര ഇഷ്ടത്തോടു കൂടിയാണ് നമ്മളൊക്കെ കൊണ്ടു നടന്നത്. അതാണോ നേതാവ് എന്ന് പറയുന്നത്? അതാണോ നേതാവ്? കായിദമില്ലത്തിൻ്റെ വീട്ടിലേക്ക് ഇരിക്കാനൊരു കസേരയില്ലാതെ കസേരയും പെറുക്കി ചെല്ലുമ്പോൾ ഉള്ളയിടത്തിരുന്നാൽ മതി. എനിക്ക് പുതിയ കസേര വേണ്ടെന്ന് പറയാൻ കായിദമില്ലത്തിൻ്റെ നാവിൻ്റെ പ്രേരണയുടെ പേരാണ് അഭിമാനം എന്ന് പറയുന്നത്. ആ അഭിമാനത്തെ ഒരു സമുദായത്തിൻ്റെ വികാരത്തോടെ ചേർത്തു ചാലിപ്പിച്ചെടുത്തതാണ് അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത്. ആ അഭിമാനത്തെ നെഞ്ചേറ്റി പിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.